മനുഷ്യന് കയ്യില്ല. അപരനെ കൂടാതെ, മറ്റുള്ളവനെ അവലംബിക്കാതെ, പരാവലംബിയാവാതെ ഏകാന്തനായിട്ട് ഒരാൾക്ക് ജീവിക്കാനൊക്കില്ല. ഇത് മനുഷ്യന്റെ പ്രകൃതി നിയമമാണ്. മനുഷ്യനെ ആ നിലക്കാണല്ലോ പടച്ചത്. എന്നാൽ ഈ ലോകത്ത് അല്ലാഹു തആല മനുഷ്യനെ പടക്കുമ്പോ അവന് കൂട്ടായിട്ട്, ഇണയായിട്ട്, തുണയായിട്ട്, അവന്റെ ജീവിതത്തിന്റെ പകുതിയായി, അവന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി, അവന് എല്ലാ നിലക്കുള്ള ഉപകാരത്തിന്റെ ആളായി, സമാധാനത്തിന്റെ റാഹത്തിന്റെ ഒരു ഭാഗമായി ഒരു ഇണയെ അല്ലെങ്കിൽ ഒരു തുണയെ അല്ലാഹു പടച്ചിട്ടുണ്ട്. അത് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. ഏറ്റവും വലിയ ദൃഷ്ടാന്തമാ അല്ലാഹു ഒരുവനാണെന്ന് പഠിക്കാൻ, അല്ലാഹുവിന്റെ തൗഹീദിലേക്ക് മടങ്ങാൻ, ഈ കാണുന്ന അണ്ടകടാഹം, ഈ കാണുന്ന ലോകം മൊത്തവും അടക്കി ഭരിക്കുന്ന ജഗന്നാഥനായ ജഗദീശ്വരനായ അല്ലാഹുവിലേക്ക് മടങ്ങാൻ ഏറ്റവും നല്ല നിലക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് മനുഷ്യൻ അല്ലാഹു തആല ഒരു ഇണയെയും കൂടി പടച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, പടച്ച റബ്ബ് വിശദീകരിക്കുന്നുണ്ടല്ലോ, വമിന്നായാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വമിന്നായാതിഹി. അല്ലാഹുവിന്റെ അപാരമായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അല്ലാഹുവിനെ അറിയാൻ, അല്ലാഹുവിനെ മനസ്സിലാക്കാൻ, അവനിലേക്ക് മടങ്ങാൻ പറ്റുന്ന നിലക്കുള്ള ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ. അസ്വാജാ, നിങ്ങളിൽ നിന്നിട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജീവിത സഖിയെ, ഒരു പങ്കാളിയെ, ഒരു ഇണയെ, അതല്ലെങ്കിൽ ഒരു തുണ, അവളിലൂടെ അല്ലെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ, ലിതസ്കുനൂ, നിങ്ങൾക്ക് റാഹത്തുണ്ടാവാൻ, നിങ്ങൾക്ക് സമാധാനമുണ്ടാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കൊരു ഭാര്യ, അതല്ലെങ്കിൽ ഒരു ഭർത്താവ്. കച്ചറ കൂടാനല്ല, തല്ലുകൂടാനല്ല, അതല്ലെങ്കിൽ ബദറും ഉഹദും ഒന്നിച്ച് നടത്താനല്ല. ലിതസ്കുനൂ ഇലൈഹാ, സമാധാനത്തിന് വേണ്ടിയിട്ടാണ് അല്ലാഹു ആ നിലക്ക് ഇണകളെ, തുണകളെ നിങ്ങൾക്കല്ല പടച്ചത്. മാത്രമല്ല വജഅല ബൈനകും മവദ്ദതൻ വറഹ്മാ, നിങ്ങൾക്കിടയിൽ അല്ലാഹു തആല സ്നേഹവും കാരുണ്യവും ഇട്ടു തന്നു. ഇല്ലേ, ഏതോ ഒരു വാപ്പാന്റെ മോള്, ഏതോ ഒരു നാട്ടിലെ വാപ്പാന്റെ മോന്, രണ്ടാളും ഒരു സുപ്രഭാതത്തിൽ ഒന്നിക്കുന്നു, യോജിക്കുന്നു, ഹലാലായ രീതിയിൽ അവർ സ്വീകരിക്കപ്പെടുന്നു, വിവാഹ മാമാങ്കത്തിൽ ഏർപ്പെടുന്നു. പരിചയമില്ല, മുഖപരിചയമില്ല, മുൻപരിചയമില്ല, ഒന്നുമേ ഇല്ല. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അവർ അടുത്തതിന്റെ ശേഷം പറഞ്ഞതിന്റെ ശേഷം സുബ്ഹാനല്ലാഹ്, അവരുടെ ഇടയിലുള്ള ബന്ധം അപാരമാണ്, സ്നേഹം അപാരമാണ്. അവർ പിന്നെ പിരിയുന്നില്ല, മറക്കാൻ കഴിയുന്നില്ല. സെക്കൻഡുകൾക്ക് മുമ്പ് പരിചയമില്ലാത്ത ആൾക്കാരായിരുന്നു മുഹമ്മദും ആസിയയും. അപ്പോ രണ്ടാളും പിന്നെ കരളിന്റെ കരളായി, രണ്ടാളും പിന്നെ വല്ലാത്ത സ്നേഹത്തിലായി, അപാരമായ കാരുണ്യത്തിലായി, വല്ലാത്ത അടുപ്പത്തിലായി. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ആടാരോ മാന്തിന അതോണ്ടീന ആര് ചെന്ന് കേട്ട് എല്ലാരും പോയിട്ട് ആടെ ഇങ്ങനെ കൂടി നിങ്ങൾ നോക്കണം, ആരെ തൊട്ടേ ആരെ മാന്തിയ, ഞാനും ഇങ്ങനെ നോക്കി, നിങ്ങൾ നോക്കി, അത്ര വേറെന്തോ അതിനിടയ്ക്ക് എന്തോ കേട്ടു, ആര് എന്ത് കഥ അല്ലേ അല്ലേ. അതേ സമയത്ത് അതേ പെണ്ണ് നാളെ എന്റെ പൊണ്ടാട്ടിയായി, എന്റെ ഭാര്യയായി, എന്റെ ജീവിത പങ്കാളി പദത്തിലേക്ക് കടന്നു വന്നു. എന്നിട്ട് അവളെ ആരെങ്കിലും ഈ പറഞ്ഞ സ്ഥലത്ത് ആരെങ്കിലും തോണ്ടുകയോ മാന്തുകയോ ചെയ്താൽ പിന്നെ ഞാൻ തലയെത്തിയിട്ട് നോക്കുന്ന മാത്രമാണോ? അല്ലല്ല, ഇന്നലെ തോണ്ടപ്പെട്ട അതേ പെണ്ണ് ഇന്ന് തോണ്ടപ്പെട്ടപ്പോ അങ്ങനെയല്ല, അങ്ങനെയല്ല. ഞങ്ങൾക്കിടയിലുള്ള ഈ നിലക്ക് ഞങ്ങൾക്ക് സമാധാനത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി, റാഹത്തിന് വേണ്ടി അല്ലാഹു പടച്ചതാണ് ഞങ്ങളെ ഇണയെ, അതല്ലെങ്കിൽ ഞങ്ങളെ തുണയെ. ടൈം പാസിനല്ല, ടൈം പാസിനല്ല. നിങ്ങൾ കുറച്ചു നേരം എന്നെ ശ്രദ്ധിക്കണം. അവലെ മുസ്തഫ റസൂലുള്ളാഹി പറയുകയാ, അബൂദർ, നേരം വെളുത്തിട്ട് നീ എങ്ങനെ പോകുന്നു? എന്നിട്ട് വതഅല്ലമ ബാബം മിൻ കിതാബില്ലാഹ്, നല്ലൊരു വാല് കേട്ടിട്ട്, നല്ലൊരു മദ്രസയിൽ ചെന്നിട്ട്, നല്ലൊരു സ്ഥലത്തിരുന്നിട്ട്, നല്ലൊരു ആലിമിന്റെ മുമ്പിൽ പെട്ടിട്ട് നീ അല്ലാഹുവിന്റെ ദീനിന്റെ ഒരു പാഠം നീ പഠിച്ചു പോയാൽ, ഉമില ഔ ലം യുമൽ ബിഹി, നീ
ഏത് കോലത്തിലായാലും അള്ളാന്റെ ഇൽമല്ല എന്ന നിലക്ക് നീ എങ്ങാനും ഒരു ഭാഗം പഠിച്ചു പോയാൽ ഖൈറുൽ ലക മിന്നൻ തുസല്ലിയ അൽഫ റകഅ, അതാ പള്ളിയിൽ ചെന്നിട്ട് 1000 റക്അത്ത് നിസ്കരിച്ചിട്ട് 2000 സുജൂദ് ഇടുന്നതിനേക്കാളേറെ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അമലാണ് ആ 1 മണിക്കൂറിന്റെ പഠിക്കല്, ആ ഒരു ദീനീ പഠന, ഈ 1 മണിക്കൂറിന്റെ വേല കേക്കല്. ഇതിന്റെ ഇടയില് വേറെ വേറെ വേണ്ട. അങ്ങനെ ഉണ്ട് കുറെ ഇല്ലേ? വെള്ളിയാഴ്ച റമദാനില് വെള്ളിയാഴ്ച ഉണ്ടെന്നല്ലോ, ആകെ ഒരു 4 ആള് കിട്ടുന്ന വെള്ളിയാഴ്ച അല്ലെങ്കിൽ റമദാനില്. അപ്പൊ ഉസ്താദ് ഒന്ന് എണീക്കും, ഒരു 10 മിനിറ്റ് എന്തെങ്കിലും ചെല്ലാം, ഒരു ഹദീസ ഒരു ആയത്ത എന്തെങ്കിലും ഒരു വലിയ ചെല്ലാൻ ചെല്ലും. ആ ചെല്ലന്റെ ഇടയിലും ഉണ്ടാവും 4-5 തൊണ്ടന്മാരും 3-4 ബാല്യക്കാരും. അല്ലാഹു അക്ബർ, 12 റക്അത്ത് സുന്നത്ത്. അയാൾ വിചാരിച്ചു ഇത് വലുത്. സത്യത്തിൽ അതിനേക്കാളും വലുതാണ് ഇത്. 1000 റക്അത്തിനേക്കാളും ഏറുണ്ട് ഈടെ അരമണിക്കൂർ ഇത് കേട്ടെങ്കിൽ. അങ്ങനെ അതങ്ങനെ എന്തറിയോ കഥ? ഇത് കേട്ടിട്ട് പഠിച്ചെങ്കിലേ അവിടെ നിസ്കരിക്കാൻ പറ്റൂ. നീ കോയി അരി കൊത്തും പോലെ മുണ്ടിട്ടെങ്കിൽ നിസ്കാരാന്നില്ല, എങ്ങനെങ്കിലും പട്ടിണി കിടന്നെങ്കിൽ നോമ്പാന്നില്ല. നോമ്പ് എന്താണെന്ന് അറിയണമെങ്കിൽ പഠിക്കണം. പഠിക്കണമെങ്കിൽ വേലക്കണോ, മദ്രസിൽ പോണോ, ദർസിൽ പോണോ. ഇതുപോലത്തെ ബണ്ണയല്ല ഇൽമിന്റെ മജ്ലിസ് സ്വർഗത്തിന്റെ തോപ്പം ചെല്ലേ. നിങ്ങൾ എന്ത് വിചാരിച്ച സ്വർഗത്തിന്റെ തോപ്പം ചെല്ലുമ്പോ ഈത്തപ്പായ മുന്തിരിങ്ങളെ കാണുന്ന തൂക്കിയിട്ട് നിങ്ങൾക്ക് ഹൂറുലിങ്ങളെ കാണുന്ന ആടെ നോക്കണ്ട. അത് ഹൂറുലിങ്ങളെക്കാളും നല്ലവരാണ് അവിടെ ഉള്ളു. നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് ഇല്ലല്ലേ, പിന്നെ അത് സ്വർഗത്തിന്റെ തോപ്പായ കാണാം. നിസ്കരിക്കുന്നവരെ ജുമാന്റെ ഈ പിന്നെ വെള്ളിയാഴ്ച കൂടി 400 ആളെ നോക്കിയിട്ട് റസൂലുള്ള സ്വർഗത്തിന്റെ തോപ്പിൽ നിസ്കരിക്കുന്ന അറിഞ്ഞിട്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നവരെ നോക്കിയിട്ട് ഹബീബായ റസൂലുള്ള സ്വർഗത്തിന്റെ തോപ്പിലുള്ളവരാണ് എന്ന് പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് നിങ്ങളെ ഈ ഇരുത്തം, ഈ മജ്ലിസ് 8-8:30 മണി മുതൽ 10-10:30 11 മണി വരെയുള്ള ഈ മജ്ലിസ് സ്വർഗത്തിന്റെ തോപ്പാണ്. എന്താ കാര്യം? ഏതാമലും എവിടെ ചെയ്യണമെങ്കിലും ആദ്യം ഇവിടെ നിന്ന് പഠിക്കണമല്ല. അതല്ലേ ഇൽമ്, ഇതാണല്ലോ ജീവന്, ഇതാണല്ലോ ഇസ്ലാം. അതാ പറയുന്ന ഇത് വലിയ കാര്യമാണ്. ഇത് വള്ളി ഒരു കാര്യക്രമം മാത്രമല്ല, നമുക്കതൊരു സിമ്പിൾ ആയി നടക്കട്ടെ. ഇന്ന് അയാള് നാളെ ഇയാള്, ഇന്ന് ആ പാർട്ടി നാളെ ഈ പാർട്ടി, ഏത് കേട്ടു നല്ല പള്ളി കെട്ടു. ഹോജറാജാവിന്റെ പള്ളി ബഹ്റൈനിലെ അറബി വാസാക്കിയത്, ഖത്തറിന്റെ അറബിന്റെ കുബ്ബ, സൗദി അറബിന്റെ കണ്ടവും ഇങ്ങനത്തെ ടിഷ്യൂ പേപ്പറും എല്ലാം ഇതിന്റെ ഉള്ളിലുണ്ട്. എല്ലാം ഓർമ്മിച്ച് പഞ്ചായത്തിന്റെ വേസ്റ്റ് കൊണ്ടു. അതെന്താ എല്ലാരും വന്നിട്ട് വീട്ടിൽ പോകുന്നവന് വട്ടം പോലെ ഒരു വട്ട ഏറെ വെള്ളം വീട്ടിൽ ക്ലീൻ ആക്കുന്ന, ഒന്നും കൂടി ഒരു ബക്കറ്റ് ഏറെ ഒഴിക്കുന്ന, അല്ലെങ്കിൽ അവിടെയുള്ള കണ്ടനത്ത് അപ്പുറം ഇടുന്ന ആവശ്യമൊന്നുമില്ല. 10 ആളെന്നല്ല നടക്കട്ടെ. ഏത് പാട്ട് അങ്ങനെ അവസാനം എന്താ ഈ പള്ളി പൊന്തിയൊരു കക്കൂസ് പൊന്തണം. ഇപ്പൊ എന്താക്കണ്ടേ? പൈസ ഇല്ല. ഇത്ര നല്ല 1-1.5 പള്ളി വന്നിട്ടാകുമ്പോ ഈ പണ്ട് ബനി ഇസ്രായേലിന്റെ മഹാത്മാഗാന്ധിയുടെ കാലത്ത് കക്കൂസ് വെച്ചാൽ മര്യാദ പോയി. അപ്പൊ ഇതിനെന്താക്കി അറിഞ്ഞാൽ കമ്മിറ്റിക്കാരെല്ലാരും കൂടി മീറ്റിംഗ് കൂടി എന്താക്കുന്ന പൈസക്ക് എന്താക്കണം 5 നാത്ത വേല വെക്കാം, 3 നാത്ത കഥാപ്രസംഗവും കക്കൂസ് കേട്ടോ. എങ്ങനെയുണ്ട് സാർ? അപ്പൊ 5 നാത്ത വേലും 3 നാത്ത കഥാപ്രസംഗം എന്തിനീ? കക്കൂസ് കേട്ടും പൈസക്കും. അല്ലാണ്ട് നാട്ടുകാർക്ക് നന്നാണോ, ദീന് പഠിക്കണോ, ഇൽമു പഠിക്കണോ, അതിനല്ല. കക്കൂസ് കെട്ടാം. കിടാവിന് പോലും തിരിഞ്ഞിട്ട്, ആ കിടാവിന് പോലും തിരിഞ്ഞു നോക്കിയാ നിങ്ങൾ. എനക്ക് നിങ്ങൾ ചിരിക്കുമ്പോ ഡൗട്ടാന്ന് ഊടാങ്ങനെ ആയാന്ന്. ഇല്ലല്ലേ? ഇല്ല, ആയിട്ടില്ല. അങ്ങനെയല്ല. ഇൽമെന്ന് പറയുന്നത് വലിയ കാര്യമാ. ഏതുവാകട്ടെ ഞാനതാ വർത്തിക്കുന്നില്ല. ഞങ്ങളെ സമാധാനത്തിന്, ഞങ്ങളെ സൗകര്യത്തിന്, ഞങ്ങളെ റാഹത്തിന്, ഞങ്ങളെ പെണ്ണിന്റെ സൗകര്യത്തിന്, സമാധാനത്തിന്, റാഹത്തിന്, ശാന്തിക്കാൻ ഇണയായി, തുണയായി, താങ്ങായി, തണലായി അല്ല പടച്ചിട്ടുള്ള അപാരമായ വലിയ ദൃഷ്ടാന്തമാണ് ഭാര്യ ഭർത്താക്കള്. അവർ അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തമാണ്. അവർ പരസ്പരം സമാധാനം നൽകേണ്ടവരാണ്, നൽകുന്നവരാണ്. ലിതസ്കുനു ഇലൈഹാ. സ്വർഗ്ഗലോകത്ത് അല്ലാഹു ആദം അലൈഹിസ്സലാമിനെ പഠിച്ചല്ലോ അല്ലേ? സ്വർഗ്ഗലോകത്ത് അല്ലാഹു ആദം നബി അലൈഹിസ്സലാമിനെ പഠിച്ചു. സ്വർഗ്ഗലോകത്ത് അല്ലാഹു ആദം നബി അലൈഹിസ്സലാമിനെ പഠിച്ചു. ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങള്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങള്, വനാസിം മിനസ് സഹാബ, സഹാബികളിൽ നിന്നിട്ട് ഒരു കൂട്ടം ഇമാമിങ്ങൾ ഉദ്ധരിക്കുന്ന സ്വഹിയായ സംഭവം ഇമാം റാസി തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ പറയുന്നുണ്ട്. സ്വർഗ്ഗലോകത്ത് ആദം നബി അലൈഹിസ്സലാമും മലായികത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആദം നബി അലൈഹിസ്സലാമിന് കുറച്ചെങ്കിലും മിങ്കിളാവാൻ പറ്റുന്ന ഒരാള് ആടുണ്ടായത് പിന്നെ ജിന്നുവർഗത്തിൽ പെട്ട മലായികത്തീങ്ങളെ വിഭാഗത്തിൽ പെടാത്ത ഇബ്ലീസായിരുന്നു. ചങ്ങായി ഗേട്ട് പാസ്സായി പുറത്തുപോയി. ഇപ്പൊ എന്താ? ആദം നബി അലൈഹിസ്സലാം ഒറ്റക്കായിട്ടാ എന്തായി? ബോറായി.
എപ്പോ നോക്കി എല്ലാം ഉണ്ട് സ്വർഗത്തിൽ എല്ലാം ഉണ്ടോ എന്നെങ്കിലും സ്വർഗത്തിൽ മഹാനായ ആദം നബി അലൈഹി സ്വലാമിന് ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടു. ഈ ഏകാന്തത എന്നത് അത് വല്ലാത്തൊരു ടെൻഷന്റെ വിഷയം. ഈ ഒറ്റക്കിരുന്നിട്ട് ഇങ്ങനെ ചില ആൾക്കാർക്ക് അതൊരു സുഖമാണ്. ഒറ്റക്ക് ഒരാൾ ഇങ്ങനെ മാങ്ങന്റെ കട്ടലും ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന അതിന്റെ അർത്ഥം പറഞ്ഞു ഓനെ ഓടയോ എന്തോ ലൂസ് ഉണ്ടെന്ന് അർത്ഥം. ശരിക്കെല്ലാം ടൈറ്റായോ ഒറ്റക്കിരിക്കാല. പിന്നെ അള്ളാന്റെ മാന്മാർ അവർ ഒറ്റക്കല്ല, അവർ അള്ളാനെ കൂട്ടുപിടിച്ചിട്ടിരിക്കുന്നയാൾ. ഞമ്മ അള്ളാനെ കൂട്ടുപിടിച്ച ബസ് സ്റ്റാൻഡിൽ ഓന്റെ ചോദ്യം ഉണ്ടോ അള്ളാന്റെ ഔലിയാക്കന്മാർ ഒറ്റക്കിരുന്നിട്ടില്ല? ഇല്ല, അവർ അള്ളാന്റെ കൂടെയായിരുന്നു. ഞമ്മ അങ്ങനല്ല. ഞമ്മ ഇങ്ങനെ വായും വളർന്നിട്ട് മാറുത്തും തിന്നിട്ട് ഇങ്ങനെ വെള്ളം ചൊല്ലുന്നേരെ ഇങ്ങനെ തുഞ്ഞിന്നല്ലാതെ വെറുതാക്കി. സ്വർഗലോകത്ത് പോലും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടോ. ഇബ്ലീസിനെ പുറത്താക്കിയ നേരം അതേ ലമ്മാ ഖറജ ഇബ്ലീസ് മിനൽ ജന്ന, അതേ മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ഒറ്റക്കായി. വലാകിൻ ആദമോ ഫിൽ ജന്നത്തി വഹദാ, സ്വർഗലോകത്ത് ആദം നബി അലൈഹിസ്സലാം ഒറ്റക്കാണ്. അങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് മഹാനർ അങ്ങനെ ഉറങ്ങുന്നു. ഒമാകാന മാഹു മയ്യസ്തഅനിസു ബിഹി, നേരം പോക്കാക്കാൻ തമാശ പറയാൻ കൂടെ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞിട്ട് സ്വർഗലോകത്തുനിന്ന് നടക്കാൻ കൂട്ടിനൊരാളില്ല. ഒറ്റക്കങ്ങനെ ജീവിക്കുമ്പോ ടെൻഷൻ അടിച്ചിട്ടിരിക്കുമ്പോ പെട്ടെന്ന് മഹാനർ ഉറങ്ങിയ നേരം സുബ്ഹാനല്ലാഹ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മിൻ അദ്ലാലിഹി മിൻ ശിഖിഹിൽ ഐസരി വവളഅ മകാനഹു ലഹ്മാ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒറ്റക്ക് ഫിക്ർ പിടിച്ചിട്ട് സ്വർഗത്തിൽ ഉറങ്ങുന്ന നേരത്ത് ആദം നബി അലൈഹിസ്സലാമിന്റെ ഇടത്തെ ഭാഗത്തെ വളഞ്ഞ മുള്ളിൽ നിന്നിട്ട് ഒരു കണ്ടമല്ല ഊരിയെടുത്തിട്ട് ഹവ്വാനെ പടച്ചു. വഖലഖ മിൻഹാ ഹവ്വാ, ആ ഊരിയെടുത്ത വളഞ്ഞ ബെണ്ടായ മുള്ളിന് ജീവനുണ്ടായിരുന്നു. ആ ഊരിട്ടെടുത്ത മുള്ളില്ലേ അതിന് ജീവന്റെ തുടിപ്പുണ്ടായിന്. അതുകൊണ്ടാണ് ഹവ്വാന്ന് പേര്. ജീവനുള്ള ആളെന്ന് ആ പേര് വരാൻ കാരണം അതാണ്. ഏതുവാട്ട് അങ്ങനെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആദമിന്, വിഷമത്തോടെ കഴിയുന്ന ആദമിന്, സമാധാനമില്ലാതെ കഴിയുന്ന ആദമിന് ഒരിത്തിരി സമാധാനം റാഹത്ത് നൽകാൻ അല്ലാഹു തആല സ്വർഗ്ഗലോകത്ത് പടച്ച വ്യക്തിത്വമാണ് ബീവി ഹവ്വാ റളിയല്ലാഹു അൻഹാ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ചോദിച്ചു, മന്നന്തി, ആരാ നീ, നിന്റെ പേരെന്താ എന്ന് ചോദിച്ചപ്പോ ഖാലോ മലായികത്തീങ്ങളാണ് പേര് പറഞ്ഞ ഹവ്വാ. ഇമാം റാസി തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ വിശദീകരിക്കുന്നുണ്ട്. ഏതുവാകട്ടെ സ്വർഗ്ഗലോകത്ത് പോലും അല്ലാഹു തആല പഠിച്ചത് ആദം നബി അലൈഹിസ്സലാമിനെ ഹവ്വാ ഉമ്മാനെ പഠിച്ചത് സമാധാനത്തിനും ശാന്തിക്കും വേണ്ടിയിട്ടാണ്, റാഹത്തിന് വേണ്ടിയിട്ട്. തിരിയ വക്കത്തുണ്ടെങ്കിൽ പെഞ്ഞായി കൂട്ടിനുണ്ടെങ്കിൽ വാ ഒന്നിച്ചുണ്ടെങ്കിൽ സമാധാനം ഉണ്ടോ അതിന് വേണ്ടിയിട്ടാണ് ആടെ ഒന്നിച്ചിട്ട് ഒരു പെണ്ണിനെ പഠിച്ചേ. ഞാൻ എന്താക്കിയേ വാ ഒന്നിച്ചിട്ടുണ്ടും ചെല്ലിട്ട് പറഞ്ഞോളൂ കിഞ്ഞിട്ട് പാഞ്ഞേ അല്ലേ 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 നന്നിച്ചിരിക്കണ്ട. അവരോട് നാളെ ഡൗട്ട് പിടിക്കും. ഞങ്ങ പാഞ്ഞിന് മാത്രമല്ല ഓള് പാഞ്ഞിന്. സത്യത്തിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പായാതിരിക്കാനാണ് അല്ലാഹു ഹവ്വായെ പഠിച്ചത്. ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, വഖുൽനാ യാ ആദമുസ്കുൻ, യാ ആദമുസ്കുൻ. ഉസ്കുൻ എല്ലാം താമസിച്ചോ എന്ന് പറഞ്ഞാൽ നീ സമാധാനം കണ്ടെത്തിക്കോ. അതായത് ഈ വീട്ടില് സത്യത്തിൽ ഈ പൊരക്ക അറബിയിൽ ചെന്ന പേരെന്താ പറഞ്ഞ മസ്കൻ, ലിതസ്കുനു ഇലൈഹ ഉസ്കുൻ മസ്കൻ. മസ്കനും ചെല്ലെങ്കിൽ വീടും ചെല്ലി ഞാൻ അർത്ഥം വെച്ചിട്ട് പോയാൽ മതിയാവല്ല. സത്യത്തിൽ അതിന്റെ ശരിക്കുള്ള അർത്ഥം പറഞ്ഞ സമാധാന കേന്ദ്രം. അതാണ് പോരെ. അതാരാ അതിന്റെ ഇടയിൽ വേറെ വേല കേൾക്കുന്നില്ല? അപ്പുറം ക്ലിയർ ഇല്ല സൗണ്ട് എല്ലാം. അല്ല കിടാക്കല പാഞ്ഞിട്ട് പിടിച്ചിട്ട് ചിലപ്പോൾ വേറെ കേബിളെല്ലാം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് ഉണർത്തിയാൽ മതി. ഇൻഷാ അല്ലാഹ് മാഷാ വേണ്ട പോലെ ഒന്ന് സെറ്റാക്കിയെങ്കിലായി. ഏതുമായിട്ട് അല്ലാഹു തആല നമ്മുടെ പരിപാടി വിജയിപ്പിക്കട്ടെ. സംഘാടകരെല്ലാം നല്ലോണം കഷ്ടപ്പെട്ടുകൊണ്ടും വേണ്ടിയ പോലെ വന്നിട്ട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തുകൊണ്ടുണ്ട് അല്ലാഹു ഖൈറിലാകട്ടെ. ആ പെണ്ണുങ്ങളെ ഭാഗത്തേക്കുള്ള സൗണ്ട് എല്ലാം ക്ലിയർ അല്ലേ? അതിന് ആൾക്കാർ ചെല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് വേണ്ട പോലെ ആക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്ത് പറഞ്ഞേ?
അപ്പൊ സമാധാനത്തിന്റെ കേന്ദ്രമാണ് മസ്കാൻ. ഏത് മസ്കാൻ? ജബ്ബാറിന്റെ ഹൗസ്, മുഹമ്മദിന്റെ ഹൗസ്, ഇക്ബാലിന്റെ ഹൗസ്, കുബ്രാന്റെ ഹൗസ്, സൽമാന്റെ ഹൗസ്. ഹൗസ് എന്നല്ലേ ഈ ഹൗസ് തന്നെയാണ് മസ്കാൻ. ലിതസ്കുനു ഇലൈഹ ഉസ്കുൻ. സമാധാന കേന്ദ്രം. നമ്മളത് എന്താ ഇനിയിപ്പോ അവിടുന്ന് കീഞ്ഞിട്ട് പോയിട്ട് സമാധാന കേന്ദ്രം തേടി വേറെ ആശ്രമത്തിലേക്ക് പോയി. ആശ്രമത്തിലേക്ക് സമാധാനം തേടി. ഞങ്ങൾ പറഞ്ഞു ആദമിനോട്, ആദമേ നീ താമസിച്ചോ, നീ സമാധാനം കണ്ടെത്തിക്കോ. നീയും നിന്റെ ഭാര്യ, നിന്റെ പെഞ്ഞായി നിന്റെ ഓള് ഹവ്വാ ഉമ്മയും രണ്ടാളും ഈ സ്വർഗലോകത്ത് സന്തോഷത്തോടെ താമസിച്ചോളോ. വേണ്ടിയ പോലത്തതല്ല, നിങ്ങൾ വേണ്ടിയത്ര തിന്നോളെ, വേണ്ടിയണക്കെ തിന്നോളെ, വേണ്ടിയത്ര തിന്നോളെ, വേണ്ടിയ പോലെ തിന്നോളെ. പക്ഷെ എത്ര തിന്നെങ്കിലോ ഞങ്ങളെ തിന്നെങ്കിലും വലാ തഖറബ ഹാദിഹി ശജറ, ഈ മരത്തിന്റെ ഭാഗത്തേക്ക് പോയിണ്ട. നിങ്ങൾ എതിർക്ക് വരണ്ട, അവിടെ ഇരുന്നോൾ. ഭൂമിയിൽ കണ്ണുകൊണ്ട് കാണുന്ന മലായികത്തീങ്ങളാണ് മുതഅല്ലിമീങ്ങളെന്ന് മുസ്തഫായ റസൂലുള്ളാഹി. അല്ലാഹു തആല അവരെയും ഞങ്ങളെയും മുഖ്റവിയായ ആലിമീങ്ങളിൽ പെടുത്തട്ടെ. സമയായി വിഷയടക്ക് എത്തിയിട്ടില്ല. എത്ര മണിയോളം മുസ്തഫ? 2 മണി. ഇൻഷാ എത്ര മണിയോളായെങ്കിലും അല്ലാഹു തആല ഞങ്ങളൊന്ന് കബൂലാക്കട്ടെ. അല്ലാഹു ഞങ്ങൾക്ക് ഉപകാരപ്പെടുത്തട്ടെ. സ്പീഡാക്കി, അല്ലോണം സ്പീഡാക്കി. നോക്കി ഞാൻ എന്ത് പറഞ്ഞേ? ആദം നബി അലൈഹി സ്വലാമിനെയും ഹവ്വാ ഉമ്മയും വിളിച്ചിട്ട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിൽ സമാധാനത്തിൽ കഴിഞ്ഞോളി. സമാധാനത്തിൽ എങ്ങനെ കഴിഞ്ഞോളി? ഒകുലാ മിൻഹാ റഗദൻ ഹൈതു ശിഅ്തുമ. നിങ്ങൾ വേണ്ടിയത് വേണ്ടിയ പോലെ തിന്നിട്ട് അങ്ങനെ ഇരുന്നോളി. അവിടെ തിന്ന പണി മാത്രം, അത് പിന്നെ പോകുന്ന വിഷയമില്ല സ്വർഗത്തിൽ. ഇട പോണ്ടേ, കുടിച്ചതെല്ലാം പോണ്ടേ? പോയില്ലെങ്കെന്താവും? മൂത്രായിട്ടും കാട്ടായിട്ടും പോയില്ലെങ്കെന്താവും? അവിടെ അങ്ങനത്തെ വിഷയമില്ല. കാരണം സ്വർഗം അതിന് പറ്റിയതല്ല. സ്വർഗം അത് വേറെ കിട്ടിയാൽ അത് യുക്തിവാദികൾക്ക് മനസ്സിലാവല്ല, അത് യുക്തിവാദികൾക്ക് തിരിയില്ല. മതമെന്ത്, മതത്തിന്റെ ജ്ഞാനമെന്ത്, പൊരുളെന്ത് എന്ന് തിരിയാത്ത യുക്തിവാദികൾക്ക് എന്ത് സ്വർഗം, എന്ത് നരകം. അതിൻ്റെതായ ഉസ്താദ് പറയും. ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. ഇത് മുഅ്മിനീങ്ങളോടാണ്. ആദം നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, വേണ്ടത് തിന്നോ, വേണ്ടിയ പോലെ ജീവിച്ചോ, വേണ്ടത് കഴിച്ചോ. പക്ഷേ വലാ തഖറബ ഹാദിഹി ശജറ, ഈ മരത്തിന്റെ പഴം തിന്നുന്നത് പോയിട്ട് ഇതിന്റെ മൊർട്ടത്തേക്ക് പോലും നിങ്ങ പോയിരണ്ട. അതിന്റെ പഴം തിന്നണ്ടെന്നല്ല പറഞ്ഞ, അതിന്റെ ഇല പറിക്കണ്ട എന്നല്ല പറഞ്ഞ, അതിന്റെ തോല് മണിപ്പിക്കണ്ട എന്നല്ല പറഞ്ഞ്, ആ മരത്തിന്റെ 4 അയലത്തേക്ക് പോലും മൂസിയിട്ട് നോക്കാൻ കഴിയാ, ഓയിറാൻ കഴിയാ. തൊടുന്നത് പോയിട്ട്, പറിക്കുന്നത് പോയിട്ട്, കൊയ്യുന്നത് പോയിട്ട്. വലാ തഖറബ ഹാദിഹി ശജറ, ആ മരത്തിന്റെ 4 അയലത്തേക്ക് പോലും നിങ്ങൾ അടുക്കരുത്. എങ്കിൽ നിങ്ങൾ സമാധാനത്തോടെ കഴിഞ്ഞോളൂ, സ്വർഗത്തിൽ കഴിഞ്ഞോളൂ. ഭാര്യയുണ്ട്, ഹവ്വയുണ്ട്. പരിശുദ്ധ ഖുർആനാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നോക്കൂ, നിങ്ങൾ ആ സ്വർഗലോകത്തിൽ നിന്നിട്ട് സമാധാനത്തിന്റെ ജീവിതം ഉണ്ടാക്കാൻ, സമാധാനത്തോടെ കഴിയാൻ അല്ലാഹു തആല പടച്ചു കൊടുത്ത ഇണയാണ്, തുണയാണ് അവന്റെ ദൃഷ്ടാന്തമായ ബീവി ഹവ്വാ. എന്നാൽ ഞങ്ങൾക്ക് ഈ ദുനിയാവിലും അതുപോലെ തന്നെ അല്ലാഹു തന്നു. ഇനി വീണ്ടും സ്വർഗത്തിലും അങ്ങനെ ഈ ജീവിതം, വിവാഹ ജീവിതം, ഭാര്യ ഭർത്തൃ ജീവിതം, എണാ തുണ എന്ന ഈ സമാധാനത്തിന്റെ ജീവിതം, ഇത് സ്വർഗത്തിൽ തുടങ്ങിയിട്ട് ഭൂമിയിൽ അവസാനിക്കുന്നില്ല. ഇത് വീണ്ടും സ്വർഗത്തിൽ തന്നെ. സൂറത്ത് യാസീനിലെ ഞാനും നിങ്ങൾ എപ്പോഴും ഓതുന്നത് കേട്ടിട്ടില്ല? ഇന്നാ സഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ.
സ്വർഗലോകത്ത് തുടങ്ങിയ സന്തോഷത്തിന്റെ ജീവിതം, സമാധാനത്തിന്റെ ജീവിതമാകുന്ന ഭാര്യ ഭർത്തൃ ജീവിതം, റാഹത്തിന്റെ ജീവിതമാകുന്ന, സ്നേഹത്തിന്റെ ജീവിതമാകുന്ന ആ ഭാര്യ ഭർത്തൃ ജീവിതം, ദാമ്പത്യ ജീവിതം, അത് സ്വർഗലോകത്ത് അവിടെ ആദം ഹവ്വയിലൂടെ അവസാനിച്ചിട്ടില്ല. ഭൂമിയിൽ വന്നിട്ട് ഞങ്ങളിലൂടെ ഇനിയുള്ളവരിലൂടെ കഴിഞ്ഞുപോയവരിലൂടെ നിരന്തരമായി അപങ്കുരമായി അതങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. സമാധാനത്തിന്റെ ജീവിതമാകണമെന്ന് മാത്രം ഇവിടെയും അവസാനിക്കുന്നില്ല. നാളെ സ്വർഗലോകത്ത് പിന്നെയും തുടരുന്നു. പടച്ചറപ്പ് പറഞ്ഞല്ല, സൂറത്ത് യാസീനല്ലേ, സൂറത്ത് യാസീനല്ലേ, അല്ലേ അല്ലേ? എന്ന് എന്റെ കൂടെ ഓതാ, എന്റെ കൂടെ വന്ന് ഓതാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ സഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ ഹും വഅദഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ. ഓതുന്നത് കേൾക്കാഞ്ഞിട്ടാണ് അല്ല നിങ്ങൾ ഓതിട്ടേ? എപ്പോൾ ഓതണോ? സുബഹി നേരത്ത് ഒരാൾ 3 വട്ടം, ഉഫീ റിവായത്തിൻ 1 വട്ടം. സുബഹി നേരത്ത് ഒരാൾ 1 വട്ടം, ഉഫീ റിവായത്തിൻ 3 വട്ടം. ഏത് വട്ട്? 1-ലേറെ തവണ സൂറത്ത് യാസീൻ ഒരാൾ ഓതിയാൽ അന്ന് വൈകുന്നേരം വരെ അയാൾക്ക് മരണമില്ല, അയാളെ ആയുസ്സിൽ ബർക്കത്തുണ്ട്. ഒരാൾ മഗ്‌രിബിന്റെ നേരത്ത് 1 വട്ടം അതല്ലെങ്കിൽ 3 വട്ടം സൂറത്ത് യാസീൻ ഓതിയാൽ പിറ്റേന്ന് രാവിലെ വരെ അയാൾക്ക് മരണമില്ല, അയാളെ ജീവിതത്തിൽ ബർക്കത്തുണ്ട്, അതായത് ആയുസ്സിൽ അഭിവൃദ്ധിയുണ്ട്. നല്ല ആയുസ് വേണം, കുറെ കാലം 85 ആണ്ടോളം നല്ല ജിമ്മിന് പോയ പോലെ കൂടെ ജീവിക്കണമെന്ന് കൊതിയുണ്ടെങ്കിൽ 800 രൂപ കൊടുത്തിട്ട് കുസ്തി മറിയാണ്ട 3 യാസീൻ ഒതുങ്ങി മതി. നമുക്ക് അതിനാമില്ല, 3/4 മണിക്കൂർ പോയിട്ട് അവിടെ കുസ്തി മറിയും അല്ലേ? നിങ്ങെന്ത് വിചാരിച്ച യാസീൻ ചെല്ലിങ് എന്താ ആഖിറത്തിൽ കൂലി മാത്രമാണ്? വിശുദ്ധ ഖുർആൻ വൺലി ഫിലോസഫിക്കൽ ബുക്ക് മാത്രമല്ല, തത്വങ്ങളും ശാസ്ത്രങ്ങളും പറയുന്ന പുസ്തകം മാത്രമല്ല ഖുർആൻ, അതും കൂടിയാണ്. അതോടൊപ്പം നാളെ ആഖിറത്തിൽ ഒരക്ഷരത്തിന് 10 കൂലിയുണ്ട്, അതിന്റെ കൂടെ ദുനിയാവിൽ വേറെ നേട്ടങ്ങളും. സൂറത്ത് യാസീൻ ഓതുമ്പോ നീ എന്താണ് വിചാരിച്ചത്? ആ കാര്യം അല്ലാഹു സാധിപ്പിച്ചു തരുമെന്ന്. സൂറത്തു യാസീൻ ലിമാ ഖുരിഅ ഹബീബുൽ വറ റസൂലുള്ളാഹി. വിശുദ്ധ ഖുർആനിന്റെ സെൻട്രൽ ബോക്സ് ആണ്, സെൻട്രൽ പോയിന്റ് ആണ്, അതിന്റെ മൈൻ ആണ് സൂറത്ത് യാസീൻ. മുസ്തഫ റസൂലുള്ളാഹി പറഞ്ഞു, ലികുല്ലി ഷൈഇൻ ഖൽബുൻ വഖൽബുൽ ഖുർആനി സൂറത്ത് യാസീൻ. എല്ലാത്തിനും ഒരു സെന്റർ ഉണ്ട്, എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ സെന്ററാണ്, കൽബാണ് സൂറത്ത് യാസീൻ. നമുക്ക് എന്ത് യാസീൻ? ഞമ്മ ഓരോരുത്തർ യാസീൻ ഓതാൻ തുടങ്ങി തീരളയില്ല. പോ മൗലിദിനല്ല എന്നെ പോലത്തെ ഉസ്താദ്മാർ ഖത്തീബ്മാരല്ല മൗലിദിനെല്ലാം വിളിച്ചെങ്കിൽ പോകുമ്പോ ചില നാടന്മാരല്ല ചില മോലാമാറും പറയലുണ്ട്, ഉസ്താദേ നിങ്ങൾ സ്പീഡ് ഓതണ്ട, ഞങ്ങൾക്ക് കിട്ടുന്നില്ല, ബാക്കിൽ മെല്ലെ ഗോ സ്ലോ. എന്ത് ഗോ സ്ലോ? എന്താ അമ്പ് വെച്ചിനെ ഗോ സ്ലോ? അല്ല നിങ്ങൾ സ്പീഡ് പോയി ഞങ്ങൾക്ക് തെറ്റുന്നൂടാൻ. ചില ആൾക്കാർ യാസീൻ ഓതുന്നത് അങ്ങനെ അവർ ഓതി തീരാനേ ഉണ്ടാവില്ല. സർക്കാർ കണക്കിന് റൗണ്ട് വന്ന പോലെ വായ്ത്തുല്ലവും അങ്ങനത്തെ കുറെ ആള് ഇത്ര ആളുണ്ട്. ഏതോ ഒരു ചങ്ങായി പെണ്ണ് നോക്കാൻ പോയാലോ, നിങ്ങൾ കേട്ട വിഷയം ഇല്ലല്ലേ? പെണ്ണ് നോക്കാൻ പോയ ഓന്റെ പേര് മുഹമ്മദ് യാസീൻ, നല്ല പേര്. 3 വട്ടം റളിയല്ലാഹു അൻഹു ചൊല്ലണം, വിളിക്കണമെങ്കിൽ 6 വട്ടം ഒന്നും എടുക്കേണ്ടി വരും. അങ്ങനത്തെ പേരുള്ള മുഹമ്മദ് യാസീൻ. കേക്കി നിങ്ങൾ ലാസ്റ്റോളം ഇരുത്തിക്കൊണ്ടേ പോയി കേൾക്കുന്ന ബാക്കിയോ? ഇരുന്നോളി. അള്ളാഹു ഖൈർ നൽകട്ടെ. മാഷാ അല്ലാഹ് തോർത്തിക്കൊണ്ടേണ്ട്. അള്ളാഹു താല അവരെ കാര്യങ്ങൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. നിങ്ങൾ ഇരുന്നിട്ടൊന്ന് സഹകരിക്കും. നിങ്ങൾ ഇരിക്കേണ്ടവരല്ല, എന്നാലും ബാക്കിയുള്ളവരെല്ലാം നിങ്ങൾ എന്നെ നോക്കുന്നു. നിങ്ങൾ ഈ കഷ്ടപ്പെടുന്നത് അവർക്ക് ഒരു കളിയായിട്ട് മാറിയുന്നു. അതങ്ങനെ ബാക്കിയുള്ളവൻ പണിയെടുക്കുമ്പോൾ നമുക്കൊരു കുസിയല്ല. അവന് കഷ്ടം വന്നെങ്കിൽ അവൻ നടുമുള്ളു പൊളിഞ്ഞങ്ങനെ. അങ്ങനത്തെ കുറെ ആളുടെ ഇനി ഇങ്ങനെ നോക്കിയിട്ട് ആരാൻ്റെ ഉമ്മക്ക് ഭ്രാന്തായെങ്കിൽ ചിരിക്കാൻ നല്ല ജയിലും ചെന്ന് കേട്ടിട്ട് അല്ലാഹു തആല അവരുടെയും ഞങ്ങളുടെയും സേവനം കബൂലാക്കട്ടെ. ഈ മുഹമ്മദ് യാസീന് ഒരു പേര്, മുഹമ്മദ് യാസീൻ നല്ല പേര്. യാസീൻ ഒരു ചുക്കറിയല്ല. ഓൻ പുതിയാപ്പിള, ഓനും വേറെ 2 ചങ്ങായി മറുപെണ്ണൊക്കെ പോയാലോ പോയിട്ട് അവിടെ എത്തിയിട്ട് അപ്പോൾ പെണ്ണിന്റെ ഉപ്പ് ജ്യൂസും കൊടുത്തിട്ട് ഓരെ ഗുർത്താക്കി പരിചയാക്കി. അങ്ങനെ കേട്ടിട്ടാകുമ്പോൾ ചങ്ങായിൽ കേട്ട് എന്തും വന്നിട്ട് പേര്. അപ്പോൾ ചൊല്ലേ ഇബ്രാഹിം.
നല്ല പേര് മാഷാ അല്ലാ. ഇബ്രാഹിം നബിന്റെ പേര് കാക്ക ചൊല്ലി, ഇബ്രാഹിം നബിന്റെ പേരുമ്മ നല്ല പേര്. മാത്രമല്ല ഖുർആനിൽ സൂറത്ത് ഇബ്രാഹിം തന്നെ ഉണ്ടല്ലേ. അപ്പൊ ആ ഇബ്രാഹിം എന്തൊക്കെ അറിഞ്ഞ സൂറത്ത് ഇബ്രാഹിമിന്റെ 4 ആയത്തും മണി പോലെ ഓതി. കാക്ക കൂസിയായി മാഷാ അല്ലാ. ചങ്ങ ഇങ്ങനെ മണി പോലെ ഓതിയെങ്കിൽ പുതിയ ആപ്പിൾ പിന്നെ എങ്ങനെ ഓതും അല്ലണ? അങ്ങനത്തതല്ലേ കൂട്ട്. പിന്നെ അങ്ങനല്ലേ വരൂ. അയാൾ വിചാരിച്ചില്ല, കാക്ക വിചാരിച്ചങ്ങനെ ഇങ്ങനെ വരുമോന്ന്, ഇതേ സ്റ്റൈലിൽ വരുമോന്ന്. പിന്നെ ഒരുത്തൻ്റെ കേട്ടോ, അവൻ ജ്യൂസ് കുടിച്ചിട്ട് ഗ്ലാസ് വെച്ചിനത്രേ. നിന്റെ പേരെന്തുമ്മ? യൂസുഫ്. മാഷാ അല്ലാ, യൂസുഫിന് പിന്നെ പേരാ. മാത്രല്ല ഖുർആനിൽ സൂറത്ത് യൂസുഫ് ചൊല്ലിയ സൂറത്തും ഉണ്ട്. 111 ആയത്തുണ്ട്. 111. നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് പറ്റിയ സൂറത്തുമാണ്. മാപ്പിള പെഞ്ഞായിമാരുടെ ഇടയിൽ ഒരു കുറുകുറു കുസുകുസപ്പോൾ ആണെങ്കിൽ അവിടെ സമാധാനത്തിന് ഏറ്റവും കൂടുതൽ ഓതപ്പെടേണ്ട സൂറത്താണ് സൂറത്ത് യൂസുഫ്. പൊരന്റെ ഉള്ളിൽ സൂറത്ത് യൂസുഫ് ഓതുന്നെങ്കിൽ നിങ്ങളെ വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിരിശപ്പാട് കൂടുതലിപ്പിക്കുന്നുണ്ട്. എന്റെ പേര് മുഹമ്മദ് യാസീർ ആയെങ്കിലും നാട്ടുകാരെല്ലാം എന്നെ വിളിക്കുന്ന കൊള്ളല്ലാവായത്. കാരണം അവന് പേടിയാ എന്നെ ഓരലി ഓദിച്ച പോലെ എന്റെ യാസീനെ വെച്ചെങ്കിലേ ഓനറിയുന്നില്ല ആചാർ. അപ്പൊ അവരിൽ ഓദിച്ച പോലെ ഓ യൂസുഫ് ഓതിയോ മറ്റോ ഇബ്രാഹിം ഓതിയോ. എന്റെ യാസീൻ ഓദ്യം ചെല്ലെങ്കിൽ ഗോവിന്ദ ഓനെന്തോ അറിയുന്നില്ല. നമ്മളെ പോലത്തോ ഓ ഫസ്റ്റ് ചെല്ലി കളിക്കോ. എന്റെ പേരങ്ങനെ ആചാർ. മാത്രം നാട്ടുകാരെല്ലാം വിളിക്കുന്ന കൊള്ളല്ലാവായത്. ചിരിക്കുമ്പോ നിങ്ങളും അങ്ങനെ ചെല്ലണമെന്നല്ലോ നാളെ. നല്ലോണം ഓതണം സൂറത്ത് യാസീൻ, ധാരാളം ഓതണം. ആ സൂറത്ത് യാസീൻ അല്ലാഹ് പറഞ്ഞത് കണ്ട, ഇന്നാ സഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. സ്വർഗ്ഗത്തിന്റെ അഹ്ലുകാർ സ്വർഗ്ഗത്തിൽ സന്തോഷത്തോടെ കഴിയുന്നു. ഹും വഅസ്വാജുഹും അതേ ഭാര്യയും ഭർത്താവും രണ്ടാളും ഫീ ളിലാലിൻ അലല്ലറായിക്ക് മുത്തഖിയൂൻ. സ്വർഗ്ഗലോകത്ത് സന്തോഷത്തോടെ കട്ടിലും ചാരി ഇങ്ങനെ ഇരിപ്പാണ്. അവിടെ ഊഞ്ഞാലാടി രസിക്കുകയാണ്. ദുനിയാവിൽ നിന്നിട്ട് നല്ല നിലക്ക് ദാമ്പത്യ കടമകൾ, കടപ്പാടുകൾ, ബന്ധങ്ങൾ, ബാധ്യതകൾ എല്ലാം പൂർത്തീകരിച്ച് അള്ളാന്റെ ദീന് പറയുന്നത് പോലെ ജീവിച്ചിട്ട് മരിച്ചുപോയ ദമ്പതിമാരില്ലേ, മാപ്പിള പെഞ്ഞായിമാരില്ലേ, ഭാര്യ ഭർത്താക്കന്മാരില്ലേ, കടമകൾ കടപ്പാടുകൾ അറിഞ്ഞിട്ട് പെരുമാറി ജീവിച്ച് മരിച്ചുപോയ നല്ല ഭാര്യ ഭർത്താക്കന്മാരില്ലേ, അവർ നാളല്ലാന്റെ സ്വർഗത്തിലും ഒന്നിച്ചിട്ടാണ്. അവിടെയും അവർ ഭാര്യമാരാണ്, അവിടെയും അവർ അവിടെ ഒന്നിച്ചിട്ട് ഭർത്താക്കന്മാരാണ്. ആ സ്വർഗലോകത്ത് അവർ ഈ നല്ല ദുനിയാവിൽ നല്ല ചന്തത്തിൽ ചമ്പാപ്പ് പോലെ പിരിസപ്പാടിൽ ജീവിച്ചിട്ട് മരിച്ചുപോയ മാപ്പിള പെഞ്ഞായി. അപ്പുറപ്പുറം കുറ്റം പറയാണ്ട്, അപ്പുറപ്പുറം പിണങ്ങാതെ, അരസപ്പെടാതെ, കടമകളും ബാധ്യതകളും ബന്ധങ്ങളും എല്ലാം അറിഞ്ഞിട്ട് പെരുമാറിയ മാപ്പിള ഹോജരാജാവായിട്ട് എന്നെ പോലെ കമീസ് ഇട്ടിട്ട് മുണ്ടാസ് കെട്ടിട്ട് വേലയില്ലേ മതി. ആ വേല പെഞ്ഞായിട്ട് നല്ലാണോ? നാട്ടുകാർ നല്ലാളും ചെല്ലെങ്കിൽ ഫസ്റ്റ് നല്ലാളും ചെല്ലേണ്ടി ആര്? ഞങ്ങളെ ആര് ചെല്ലണോ? കെട്ടിയവ ചെല്ലണോ? നാട്ടുകാർ കയ്യും മുത്തും കാളും മുത്തും. അതാ റസൂലുള്ള പറഞ്ഞ് ഖിയാറുക്കും ലിഅഹ്ലി, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ കെട്ടിയോളുടെ മുമ്പിൽ നല്ലോളായോ. നാട്ടുകാരെതിരിൽ എല്ലാരും ബമ്പന്മാർ തന്നെ അല്ല. എന്നെ കാണുമ്പോ നിങ്ങളിൽ കുറെ ആളെ കാണുമ്പോ വളയ്ക്കുന്ന കുട്ടു ശിവനെ വള്ള, നാട്ടിലൊക്കെ ബമ്പം, ഊരിക ഉപ്പക്കാരി, മനയൊളകം മാറി ഈ നാറി അല്ലേ? അത് പറ്റില്ല. അവിടെയാണ് ആദ്യം നന്നാകേണ്ടത്. അവിടെയാണ് നല്ല സംസ്കാരമുള്ളവനാകേണ്ടത്. അവിടെയാണ് നല്ല സ്വഭാവമുള്ളവനാകേണ്ടത്. അവിടെയാണ് നല്ല പണിയെടുക്കുന്നവനാകേണ്ടത്. അവിടെയാണ് നല്ല ഹെൽപ്പ് ചെയ്യുന്നവനാകേണ്ടത്. പുറത്ത് മംഗലപ്പന്തല്ല പരന്നുള്ളി. അപ്പൊ ഞാൻ നല്ല ആളാ, ഇയാൾ ആളങ്ങനെ പ്രസംഗിച്ച പോലെ ഉണ്ടാ, നിനക്ക് അറിയണമെന്നുണ്ടാ? മെല്ലെ ഒരു നമ്പർ എടുത്തിട്ട് വിളിച്ചിരിക്കോളേ. നമ്പർ എടുത്തിട്ടുണ്ടാ? ഞാൻ ചെല്ലിയേ അല്ല. അപ്പൊ അറിയൂ ഞാൻ അങ്ങനത്തെ ആളെന്ന് അറിയണമെങ്കിൽ അവിടെ കേൾക്കണോ? നാട്ടുകാരിൽ കേട്ടിട്ട് പോകണോ? ഇല്ല, നാട്ടുകാർക്ക് എല്ലാവരും നല്ല പറഞ്ഞു. ഇവ എന്നെ കാണുമ്പോ കൈ മുത്തോണം നല്ല തോന്നില്ലേ എനിക്ക്? തോന്നും. നിങ്ങൾ ഒരു കൗത്തൊക്കെ പേരി ഒരു ജനം ഇരുന്നിട്ട് പോയി കൈ കൊത്തിറാൻ തോന്നുന്നു. അള്ളാഹു ഞങ്ങളുടെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നന്നാകട്ടെ.
അല്ലാഹ് ഇവിടെ കിടക്കുന്ന സ്വാലിഹീങ്ങളെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഞങ്ങളെ കുടുംബക്കാരുടെ ഇടയിൽ സന്തോഷവും റാഹത്തും അല്ലാഹ് പ്രദാനം ചെയ്യട്ടെ. ഹും വസുവാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ. നല്ല നിലക്ക് ജീവിച്ച് മരിച്ചുപോയ തഖ്വയുള്ളവരായി ജീവിച്ച് മരിച്ചുപോയ ഭാര്യ ഭർത്താക്കന്മാർ അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് സന്തോഷത്തോടെ കഴിയുന്നു. പറഞ്ഞു വന്നത് സമാധാനത്തിന് വേണ്ടി തുടങ്ങിയതാണ് ദാമ്പത്യ ജീവിതം സ്വർഗ്ഗലോകത്ത് അഥവാ അത് സമാധാനത്തോടെ തന്നെ ഈ ദുനിയാവിലും അല്ലാഹുവിന്റെ ലോകത്ത് വേണമെന്ന് അല്ലാഹ് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അന്നിക്കാഹു മിൻ സുന്നത്തി. കല്യാണം എന്നത് കേവലം ഒരു ടൈം പാസിങ്ങിനുള്ള പണിയല്ല. കല്യാണം എന്നത് വെറുതെ ഒരു വേസ്റ്റ് പണിയല്ല. കല്യാണം എന്നത് വെറുതെ ഒരു കാര്യമല്ല. അന്നിക്കാഹു മിൻ സുന്നത്തി. കല്യാണം കഴിക്കല, നിക്കാഹ് ബന്ധത്തിൽ ഏർപ്പെടല, ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കല, അനുവദനീയമായ നിലക്ക് ജീവിക്കല. നിക്കാഹ് എന്ന സുന്നത്ത് ഒരാൾ നടത്താതെ പോയാൽ, ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയാൽ, മംഗലം കഴിക്കാതെ ബ്രഹ്മചര്യാനുഷ്ഠിച്ചാൽ ഫലൈസ മിന്നീ, അവൻ മുസ്ലിമല്ല, അവൻ മുഅ്മിനല്ല. ഖാല റസൂലുള്ളാഹ്. ബ്രഹ്മചര്യ, വിഭാര്യത്വം, മംഗലം വേണ്ട. അല്ലെങ്കിൽ മംഗലം കഴിച്ചിനി 5 വയസ്സിന്റെ കോണവും ഇല്ല മണവും ഇല്ല, സംഗതി അങ്ങനെ നടന്നില്ലെന്ന് മാത്രം. ആ നിലക്കുള്ള ജീവിതം രണ്ടിന്റെ പേര് ബ്രഹ്മചര്യ എന്നാണ്. ഞങ്ങളെ മതത്തിലില്ലാതെ പാടില്ല. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നഖശികാന്തം എതിർത്തവരോ ഏർപ്പാടാണ് ബ്രഹ്മചര്യ, വിഭാര്യത്വം. മംഗലം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ മംഗലം കഴിച്ചിട്ട് രണ്ടാള് 2 സൈഡിലിരിക്കുക. ബയസാഹിബിനുള്ള ജീവിതം പോലെ. ബയസാഹിബിന് ഞങ്ങളെ ഉമ്മ മോടെ ഉറങ്ങുന്ന ഇപ്പോ നിങ്ങൾക്ക് പാരന്റെ ഓർമ്മയാന്നല്ലേ നിങ്ങളെ വിഷയം തന്നെ. ഉമ്മ മോടെ ഉറങ്ങുന്ന, ഉപ്പ പോടെ ഉറങ്ങുന്ന. ചിലണ്ട AC ജിലിയറിണ്ടാ, ഞാൻ കേൾക്കുന്ന മാത്രം. നിങ്ങൾത്തെ ജവാബ് ഒന്നുണ്ടാ? അല്ല, സത്യത്തിൽ അവർ ഏടെ ഉറങ്ങേണ്ടി. ഇനിയാണ് അവർ ഒന്നിച്ച് ഉറങ്ങേണ്ടത്. അവർ തോളോട് തോള് ചേർന്ന് എണപിരിയാതെ കൈകളകലാതെ ചേർത്തു പിടിച്ചു ഉറങ്ങേണ്ടത്. അതേ താങ്ങായി തണലായി സപ്പോർട്ടായി എണീക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരു കൈതുണയായി ഇപ്പോഴാണ് അവർ വേണ്ടത്. ആയ കാലത്തല്ല, നല്ല ആരോഗ്യമുള്ള കാലത്തല്ല, അന്നത്തതിനേക്കാളേറെ അടുപ്പത്തിലായി ജീവിക്കേണ്ടതിന്റെ, അതല്ലെങ്കിൽ പെരുമാറേണ്ടതിന്റെ സമയമാണ് വയസ്സുകാലം. പരിശുദ്ധമായ ദീന് പഠിപ്പിക്കുന്നു. മുസ്തഫായ റസൂലുള്ള പറഞ്ഞല്ല, മുസ്തഫായ റസൂലുള്ള പറഞ്ഞ ഹദീസ് എത്ര സുന്ദരമാണ്. ഞങ്ങളെ മാപ്പിളമാർ കേൾക്കണോ, ഇനി മാപ്പിള ആവാൻ പോന്നോനും കേൾക്കണോ, ഞങ്ങളെ വിരിശപ്പെട്ട ഭാര്യ കേൾക്കണോ, ഇനി ആവാൻ പോന്ന പെണ്ണ് നീയും കേട്ടോ. മുസ്തഫായ റസൂലുള്ള പച്ചക്ക് പറഞ്ഞു, മാപ്പിള പെഞ്ഞായിമാർ, ഭാര്യ ഭർത്താക്കന്മാർ രാത്രി ഉറങ്ങുന്ന നേരത്ത് 2 തലയണ ഉപയോഗിക്കരുത്. തിരിഞ്ഞാന്തോ ഭാര്യയും ഭർത്താവും രണ്ടാളും ഉറങ്ങുമ്പോ 2 തലയണിയില് 2 ആൾ ഉറങ്ങാൻ പാടില്ല. അപ്പൊ എന്താക്കണം സാർ? ഒരേ തലയണി വേണോ? അത് ഏ വീഡിയോയിൽ കിട്ടും? അത് നിന്റെ ആ തലയണിയല്ല, അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. അതിന്റെ അർത്ഥം അവർ ദൂരാവാൻ കഴിയാ. ഇനി പോയിട്ട് നാളെ വലിയ തലങ്ങണി ചേടാൻ വേണ്ട, ഏടയും കിട്ടാല. ഇപ്പൊ അത് ചെറുതായിട്ട് ചെറിയ കിടാൻ വെക്കുന്ന തലങ്ങണി പോലെ മുന്നേ പിന്നെയും ഉണ്ട്. വലിയ തലങ്ങണി വെക്കണം നല്ല ഈ ഹദീസിന്റെ അർത്ഥം. അവർ രണ്ടാളും ദൂരാവാൻ പാടില്ല. ഇത് നിങ്ങൾ ഒരിക്കൽ 69 ഉപ്പാപ്പാനിലെ ഉമ്മ വേണ്ടേ, അമ്മയാടെയോ അയിമന്റെ ഒരിക്കാലോ ഉപ്പ വേണ്ടേ, അമ്മയാടെയാവുണ്ടോ? ഏനായിരിക്കും വയസ്സായില്ലേന്ന്. എന്താ വയസ്സായെങ്കെന്തേ? വയസ്സായെങ്കെന്തേ? നിങ്ങൾ ക്ലൈമാക്സ് മാത്രം ചിന്തിക്കണ്ട. ഇപ്പോഴല്ലേ മറിയുമ്പോ കൈപിടിക്കേണ്ടത്.
ഇപ്പോഴല്ലേ തലേണ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ കഴിയാത്ത സമയത്ത് വന്ന് നേരെ വെച്ച് കൊടുക്കേണ്ടത്. ഇപ്പൊ രണ്ടാള് രണ്ട് സൈഡിൽ പോയിട്ട് പറഞ്ഞെങ്കിൽ ഒരാൾ അമേരിക്കത്ത് ഒരാൾ റഷ്യയില്, മോളും വരുവാനോ ഇന്ത്യന്റെ ഉള്ളില് പോ തിരിഞ്ഞാൻ തോന്നിക്ക അല്ലേ? എന്നാൽ ഓരക്കാളേറെ ചന്തത്തില് ഒന്നിച്ച് കഴിയേണ്ടവരാണവർ. അവർ പിരിയാൻ പാടില്ല. അതാ റസൂലുള്ള പറഞ്ഞ് അവര് രണ്ടാളും ഒരു തലയണയല്ലാതെ ഉപയോഗിക്കരുത്. അവർ തൂരം തൂരാവാൻ കഴിയാ. നിങ്ങൾ വിചാരിച്ച് വിവാഹം മാപ്പിള പെഞ്ഞായി ഭാര്യ ഭർത്താവു ഗണ്ട വൈഫ് എണ്ടത്തി നല്ല ജനങ്ങൾ ടൈം പാസ് ഒരിക്കത്തിനും അത് കറിച്ചപ്പ. അത് കറിച്ചപ്പാണോ? കറിച്ചപ്പ അങ്ങനെയല്ല, ഒരിക്കൽ മണക്കാൻ വേണ്ടി പിന്നെ എടുത്ത് പുറത്തിടും. അതാണോ ഭാര്യ? അതാണോ ഭർത്താവ്? അല്ലല്ലോ. ഏറ്റവും വലിയ കർമ്മമാണ്, കാര്യമാണ്. അത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ വലിയ ഫസാദ് ഉണ്ടാവും, ഭൂമിയില് വലിയ ഫസാദ് ഉണ്ടാവും. ഹബീബായ റസൂലുള്ള പറഞ്ഞല്ലോ, നല്ല ദീനുള്ള ഒരു പുതിയാപ്പിള നിങ്ങൾക്ക് കിട്ടിയെന്ന് കണ്ടാൽ, മതബോധമുള്ള ദീനീബോധമുള്ള സംസ്കാരമുള്ള നല്ലവനായ ഒരു ചക്കന് നിങ്ങൾക്ക് കിട്ടിയെന്ന് കണ്ടാൽ, അതല്ലെങ്കിൽ നിങ്ങളിലുണ്ട് എന്ന് കണ്ടാൽ അവിടെ നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തോളൂ. അവന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തോ, അല്ലെങ്കിൽ അയാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചോ. അല്ല ഇല്ലാത്ത ആ പണി നിങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നില്ലെങ്കിൽ, അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അവന് പെണ്ണ് കെട്ടിക്കുന്നില്ലെങ്കിൽ, പിന്നെ ഭൂമിയിൽ ഉണ്ടാകുന്നത് നാശമാണ്. സാർവത്രിക നാശമുണ്ടാകും, ഭയങ്കരമായ ഫിത്നയുണ്ടാവും, പിന്നെ ഹറാമിയത്ത് തേടിപ്പോകും. ഏത് നല്ല മനുഷ്യനും ചിലപ്പോൾ വികാരത്തിന് അടിമപ്പെട്ട അവിഹിത ബന്ധത്തിലേക്ക് ചെന്ന് ചേരും. അതുകൊണ്ട് ദീനുള്ളവനാണെന്ന് കണ്ടാൽ, മതബോധമുള്ളവനാണെന്നറിഞ്ഞാൽ പെട്ടെന്ന് കെട്ടിച്ചു കൊടുത്തോളണോ, കയ്യിലാക്കണോ. ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ളവരെ കിട്ടുക അപരൂപമാണ് അല്ലേ? കാണാൻ ലക്ഷങ്ങളുണ്ടെങ്കിലും ലക്ഷണമൊത്തോർ ഒന്നോ രണ്ടോ. കവി പറഞ്ഞ അങ്ങനെയാ, കാണാൻ ലക്ഷങ്ങളുണ്ടെങ്കിലും ലക്ഷണമൊത്തോർ ഒന്നോ രണ്ടോ. കാണാൻ ഇഷ്ടം പോലെ ആളുണ്ട്, ഒന്നൊന്നര വല്ലക്കാറ് സുബ്ഹാനല്ലാഹ് കട്ടാ താടി കണ്ടെങ്കിൽ ആരാമോ. പക്ഷേ കീസേല് MDM ആണ്, തലയില് തൊപ്പി നോക്കണ്ട, അരയില് കുപ്പിയാണ്. അതുകൊണ്ട് ബാപ്പമാര് പൊന്നുപങ്ങള് ബി കെയർഫുൾ, ജാഗ്രത ജാഗ്രത ജാഗ്രത. ദീനുള്ളവനെ നോക്കിയിരിക്കട്ടോണം. കാല് പെണ്ണിന്റെ വേല മാത്രം ചെല്ലിട്ട് പെണ്ണിനെ പേടിപ്പിച്ചാൽ മതിയാ വേല. പെണ്ണുങ്ങളെ പേടിപ്പിക്കാൻ ഭയങ്കര ഉഷാർ. പെണ്ണിനെ കടമയുണ്ട്, കാര്യമുണ്ട്, ഉണ്ട്. ആണിനെ കാട്ടി ഏറുണ്ട്, ശരിയെന്നെ. പക്ഷെ ആണിനെന്തും ഇല്ലേ? ആണിന് പിന്നെ ഉള്ളി കൊല്ലുന്ന പണിയാ. ഓക്കാ. അപ്പൊ കല്യാണത്തിന്റെ ആ സമയത്ത് കല്യാണം കഴിക്കണം. ഹബീബായ റസൂലുള്ള പറഞ്ഞു, അതെന്റെ സുന്നത്താണ്. അതിനെ നിങ്ങൾ നിസ്സാരവൽക്കരിക്കരുത്, അത് വേണ്ടെന്ന് വെക്കരുത്. ഇനി അതൊന്നുമില്ല, എനിക്ക് മംഗലൊന്നും വേണ്ട, ഞാനങ്ങനെ സിയാറത്തും ഏർവാടിയും മുത്തുപേട്ടയും ഗാന്ധിനഗറും ധർമ്മനഗറായിട്ട് പോവാൻ ചെല്ലെങ്കിൽ അത് ഇസ്ലാമിയത്തല്ല. അല്ല, ഹബീബായ റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടില്, അത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിലെ കാണാം, അത് ജാഅ സലാസത്തു റഹത്തിൻ ഇലാ ബുയൂത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്ന് ആണുങ്ങള്, കല്ല് പോലത്തെ മൂന്ന് ബാല്യക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലാത്ത നേരത്തെ നബി തങ്ങളെ ഭാര്യമാരെ വീട്ടിൽ വന്നോ. നബി തങ്ങളെ വീട്ടിൽ വന്നോ. അവർക്കറിയേണ്ടത് കൈഫ കാന ഇബാദത്തു റസൂലില്ലാഹ്, പൊന്നാര നബി തങ്ങളെ ഇബാദത്ത് എങ്ങനെ, നബി തങ്ങളെ നിസ്കാരം എങ്ങനെ, നബി തങ്ങളെ നോമ്പ് എങ്ങനെ, നബി തങ്ങളെ ദിക്റത്ര, ഇതറിയണമെന്ന് പറഞ്ഞിട്ട് മൂന്നാൾക്കാർ അതാ നബി തങ്ങളെ ഭാര്യമാരെ വീട്ടിൽ വരുന്നു. വന്ന നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഭാവം, നബി തങ്ങളെ പെരുമാറ്റം, നബി തങ്ങളെ ജീവിതകർമ്മം, നബി തങ്ങളെ ആരാധനകർമ്മം, നബി തങ്ങളെ ഇബാദത്ത്, നബി തങ്ങളെ ഉണ്ണല് ഉറങ്ങല് എല്ലാം ഭാര്യമാർ പറഞ്ഞു കൊടുത്തു. നബി തങ്ങൾക്ക് ഭാര്യമാരുണ്ട്, ഞങ്ങളുണ്ട്. ഞങ്ങളുമായിട്ട് റസൂലുള്ള സന്തോഷത്തിൽ ഏർപ്പെടലുണ്ട്. ഞങ്ങളിലൂടെ നബി തങ്ങൾക്ക് മക്കളുണ്ടായിട്ടുണ്ട്. നബി തങ്ങൾ ഉറങ്ങലുണ്ട്. നബി തങ്ങൾ എപ്പോഴും നോമ്പ് നോക്കലില്ല, ഇടക്കിടക്ക് നോമ്പ് ഒഴിവാക്കലുണ്ട്. ഇത് പറഞ്ഞപ്പോ
വന്ന ആൾക്കാർക്ക് തോന്നി നബി തങ്ങ ഇങ്ങനാ വേല. മൂന്നാൾക്കാർ വന്നിട്ട് കേട്ട് നബിതങ്ങ എങ്ങനെ നബിതങ്ങളെ നോമ്പും നിസ്കാരം ഓത്തും പൈത്തല്ലോ. അപ്പൊ ഭാര്യമാർ ചൊല്ലി മോശമില്ല, രാത്രിയെല്ലാം മട്ടം പോലെ ഇത്രയെല്ലാം നിസ്കരിക്കും, പിന്നെ കുറച്ച് ഉറങ്ങും, പിന്നെ എണീക്കും, പിന്നെ താജ്ജുദ്, പിന്നെ അങ്ങനെ നോമ്പും അങ്ങനെ തിങ്കളാഴ്ച അങ്ങനെ നോക്കും. ഫർള് പിന്നെ അതിൽ വിഷയമൊന്നും ഉണ്ടണ്ട, അതെങ്ങനെയും വേണം തന്നെ. സുന്നത്തും അങ്ങനെ നോക്കും, ഇടക്കിടക്ക് നോക്കാണ്ടും ഇരിക്കും. പിന്നെ ഞങ്ങളൊക്കെ തമാശ കുസാള് ചിരി കളിയെല്ലാം ഉണ്ട്. ഇത് പറഞ്ഞിട്ടാകുമ്പോ വന്ന ആൾക്കാർ വിചാരിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഇങ്ങനെയാ, ഇത്ര വലിയ ആളായിട്ട് ഇങ്ങനെ ഇബാദത്ത് മതിയാ. അത് തീരന്മാരൊക്കെ തീരുന്നിട്ട് ചിരിച്ചോണ്ടും കളിച്ചോണ്ടും അത് റസൂലുള്ളാഹിക്ക് പറ്റിയ പണിയാ. ബുഖാരിന്റെ ഹദീസാണ്, ഞാൻ നമ്പറും ചെല്ല, ഞാൻ നാളാരും ക്ലിപ്പാക്കില്ലെങ്കിൽ മതി. 5063 ഹദീസ്, ബുഖാരി ഷരീഫിന്റെ ഹദീസാണ്, സഹിയായ ഹദീസ്. ബുഖാരിന്റെ ഹദീസ് അല്ലെങ്കിൽ പിന്നെ ചോദ്യമില്ലല്ലോ. അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഒരു മുഅ്മിനായ മനുഷ്യൻ കണ്ണടച്ച് വിശ്വസിക്കേണ്ട കിതാബാണ് ബുഖാരി. ചോദ്യം ചെയ്യാൻ പാടില്ല. സൽപ്പിയല്ല കുൽപ്പിയായെങ്കിൽ മോശമില്ല, ചോദ്യം ചെയ്യപ്പെടാതെ സ്വീകരിക്കപ്പെടേണ്ട കിതാബാണ് വിശുദ്ധമായ ബുഖാരി. ഇമാം ബുഖാരി തങ്ങളെ കിതാബ്. ആ ബുഖാരിന്റെ ഹദീസാണ് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇബാദത്തിനെ കുറിച്ച് അതാ അവർ വന്നിട്ട് ചോദിച്ച നേരം അവിടുന്ന് പറയപ്പെട്ടു, അതേ നബി തങ്ങൾ നിസ്കാരം ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോ ഒരാള് പറഞ്ഞു, എങ്കിൽ 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 അമാനാ ഉസല്ലിൽ ലൈല ഫഇന്നി ഉസല്ലിൽ ലൈല അബദാ. ഞാനന് രാത്രി ഒരു മിനിറ്റ് പോലും ഉറങ്ങല, ഞാനന് ഫുള്ളായിട്ട് നിസ്കരിക്കുക തന്നെ. ഒരു സാബി പറഞ്ഞു, നബി തങ്ങ അങ്ങനെ ആക്കിനെങ്കിൽ ഞാൻ അങ്ങനെ ആക്കിയാല. ഓൻ സൂപ്പിനെ കാട്ടി അപ്പുറമായി പോയി. ഓഞ്ചെല്ലാം സഹാബത്താണ്, അത് സബകുൽ ലിസാനാണ്. അല്ല, ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്. ഉസ്താദ്മാർ ഏതെല്ലാം കാണുമ്പോ ഓന്റെ തസ്ബീഹും ഓന്റെ ദിക്റെല്ലാം അയാൾ സൈഡിലൊക്കെ മൂത്രിക്കാൻ റൂമിലൊക്കെ അവർ പോട്ടാല തസ്ബീഹില്ല മണ്ണൂല അലക്കയില്ല. അത് ഓന്റെ വിചാരം ഇയാളെ കാട്ടി വലിയ സൂപ്പി ഞാനാണോ? അങ്ങനത്തെ സൂപ്പിൽ കുതിരവും കോജറാജാവുന്ന നീ ആണ്ട. അത് മനുഷ്യന്മാർക്കുള്ള ഏർപ്പാടാണ്, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യും. ചെറുതായെങ്കിലും സാരമില്ല, കുറച്ചായെങ്കിലും സാരമില്ല. ഖൈറുൽ അഅ്മാലി ഔസത്തുഹാ വഅദ്വമുഹാ. ചിക്കദാദറു ചൊക്കവാകിറലി അതിദായിമയാകിറലി. ഹബീബുനാ റസൂലുള്ളാഹി, ഹബീബുനാ റസൂലുള്ളാഹി, വർക്കപ്പറ മുസ്തഫായ റസൂലുള്ളാഹി. ഈ സഹാബി പറഞ്ഞെന്തറിയാ, ഇനി മുതൽ ഞാൻ രാത്രി ഉറങ്ങാല, ഞാൻ എപ്പോഴും നിസ്കാരത്തിലാണ്. വഖാലാഖിറൻ, മറ്റാള് പറഞ്ഞു, അന അസൂമുദ്ദഹറ വലാ അഫ്തിറു. ഞാനെനി 360 നാളും നോമ്പ് നോക്കും, ഞാനെനി നോമ്പ് വിടല. മറ്റാള് പറഞ്ഞു വഖാലാഖിർ, മറ്റാള് പറഞ്ഞു അന അത്സിലുൻ നിസാ ഫലാ തസവ്വജു അബദാ. ഞാനന് പെണ്ണ് കെട്ടുന്ന വിഷയമേ ഇല്ല. പെണ്ണ് കെട്ടിയെങ്കിൽ പിന്നെ അവളെ ബിരുദിന് കൊണ്ടുപോകണോ, ഇടക്കിടക്ക് ആശുപത്രി കൊണ്ടുപോകണോ, അതിൻ്റെ ഇടക്ക് 3 നേരം ചോറ് കൊടുക്കണോ, പണിക്ക് പോകണോ, പിന്നെ ഇതിന്റെ ബാക്ക് നായി തസ്ബീഖും ദിക്റിനും സലാത്തിനും ഏർവാടിക്കും മുത്തുപേട്ടക്കൊന്നും പോകാൻ ടൈമേ കിട്ടാല. അതുകൊണ്ട് ഞാൻ ഇനി പെണ്ണ് കെട്ടുന്നില്ല. അല്ല ഉസ്താദെ, അന്നേ ഏർവാടി ഉണ്ടാന്ന് നാളെ കേട്ടിട്ടുണ്ട. ഞാൻ നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെല്ലിയേ. ഇപ്പൊ കുറെ അങ്ങനത്തെ കുറെ സൂപ്പിമാറുണ്ട്. അതൊന്നും ഇസ്ലാമിയത്തല്ല. മഹാന്മാരുടെ മശായിഖുമാരുടെ അല്ലാഹുവിന്റെ ആരിഫീങ്ങളുടെ ലോകം, അത് നമ്മ സൈഡ് വെക്കാം. നമ്മളിപ്പോ സാധാരണക്കാരനായ ഒരു ബോധമുള്ള ഒരു ശരാശരി മുഅ്മിനിന്റെ ജീവിതമാ പറയുന്നത്. അല്ലാണ്ട് മജ്ദൂബീങ്ങളോ അതല്ലെങ്കിൽ അതിന്റെ അപ്പുറമുള്ള ദർജയിലേക്ക് എത്തിയ മഹാന്മാരെ പറ്റിയല്ല. സാധാരണക്കാരായ ചില ആൾക്കാർ അവരങ്ങനെ പറയും, ഞാൻ എപ്പോഴും ഉറങ്ങാതെ നിസ്കരിക്കോ രാത്രി, ഞാൻ ഇനി പെണ്ണെ കെട്ടുന്ന വിഷയമില്ല. പെണ്ണ് കെട്ടിയെങ്കല്ലേ ഞങ്ങൾക്ക് കിട്ടല്ല അഡം വരുന്ന, അവിടെ വേണ്ട പോലെ നിസ്കരിക്കാനാന്നില്ല, ടൈമിന് ഖുർആൻ ഓതാനാന്നില്ല. അല്ലേ പണ്ടെങ്കിലും പണ്ടേ ചെല്ലലുണ്ട്, അല്ലെങ്കിലും പണ്ടേ ചെല്ലലുണ്ട്. പെണ്ണ് കെട്ടലോട് കൂടി കണ്ണും പൊട്ടി അല്ലേ? സത്യത്തില് കണ്ണൊന്നും പൊട്ടൊന്നുമില്ല. അത് കെട്ടുമ്പോ രണ്ടാളും ആഴ്ചനകരി കെട്ടിയെങ്കിലായി. കെട്ടിക്കുന്നോറും അങ്ങനെ ബാപ്പ ഉമ്മ കാക്ക കാരണവർ എളാപ്പ ബാപ്പ എന്നല്ല കുറെ ആള്. ഓർ കെട്ടിക്കുമ്പോഴും കുറച്ച് ജാഗ്രതയിൽ അങ്ങും ഇങ്ങലും നോക്കിയിട്ട് കെട്ടിച്ചെന്ന് കണ്ടെങ്കിൽ കണ്ണും പൊട്ടാല കാതും പൊട്ടാല. അല്ലെങ്കിൽ കണ്ണ് മാത്രല്ല എല്ലാം പൊട്ടും. ഞമ്മളെ പള്ളിയിൽ തന്നെ നമുക്കൊരു അനുഭവം ഉണ്ടായി. വേണ്ട വേണ്ട വേണ്ട
നമ്മളെ പള്ളിയിലെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതറിയാം ഞങ്ങൾ ഇങ്ങനെ രാത്രി പിന്നെ ഈ ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ സ്റ്റാഫെല്ലാം ഉണ്ട്, ഇപ്പല്ല കുറെ മിന്നെ ഇമാമുണ്ട്, സദറുണ്ട്, മുക്രി ഉസ്താദ്, മാലുമാർ എല്ലാവരും ഉണ്ട്. ഞാൻ ഇങ്ങനെ കുറച്ച് വിഷയം പറഞ്ഞു. അങ്ങനെ ചിലപ്പോൾ വിഷയം അങ്ങനെ പോയി അത് മസാല ചർച്ച അല്ല ആയി ചിലപ്പോൾ രാത്രി 12 മണി 1 മണിയല്ല. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പള്ളിൻ്റെ സിറ്റ് ഔട്ടിലിരുന്നിട്ട് ഇങ്ങനെ മുണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ പള്ളിൻ്റെ ഗേട്ടും തുറന്നിട്ട് പുതിയ ആപ്പിള് വരുന്നതാണെന്ന്, പുതിയ ചൂട് പുതിയ ആപ്പിള് 3-4 നാളായിട്ട് മങ്ങലായിട്ട്, ഓൾഡ് മാനല്ലേ, ഫ്രഷ്. അതും വരുന്നങ്ങണറിഞ്ഞ 1:10 പള്ളിൻ്റെ ഗേറ്റിനുള്ളിലേക്ക് വരുന്നങ്ങണറിഞ്ഞ നല്ല പുതിയ ഒല്ലും പുതിയ തലങ്ങണിയും കയ്യിൽ പിടിച്ചിട്ട്. ഇത് പുതിയ തലങ്ങാണിയും പുതിയ ഒല്ലും നിങ്ങൾക്ക് അങ്ങനെ അറിഞ്ഞ ഉസ്താദ് അല്ലേ? നിങ്ങളുടെ ഡൗട്ടാതല്ലേ ഇപ്പൊ അല്ലേ? ഞങ്ങൾക്ക് അറിയും എന്തറിഞ്ഞ കഥ. 3 നാൾക്ക് പിന്നെ മൗലി തോതുമ്പോ കിതാബ് വെച്ചിന് ആ തലങ്ങാണിയിലാണ് കൂർത്തോണ്ട്, കിതാബ് വെച്ചിന് ആ തലങ്ങാണി പുതിയ തലങ്ങാണിയും പുതിയ ഒല്ലോ മുടിച്ചിട്ട് പള്ളിന്റെ കയറ്റി ഉള്ളത്. സുബ്ഹാനല്ലാഹ്, പുതിയ അപ്പള. അസ്സലാമു അലൈക്കും ഉസ്താദ്. വലൈക്കും. നീ ഉറങ്ങിയിട്ടില്ലേ? ഇല്ല, ഞങ്ങൾ വിഷയം മുടിച്ച് ബാക്കി. നീ ഞാനും ഉറങ്ങിയിട്ടില്ല സാർ. എന്ത് ഉറങ്ങാത്ത ഒത്തു പറ. പുതിനാട്ടിയില്ലേ? പുതിനാട്ടിയുണ്ട് സാർ. പള്ളി തലങ്ങാണി ഒല്ലോ എടുത്ത് കൊടുക്കണ്ടേ? ഇത് എന്ത് നാവ് ഇപ്പോഴേ ജകള ജണ്ടി കാളക 3 ഇനെന്താവും? ഇത് ഏടക്കെത്തും? ഇത് സംഗതി എന്തറിഞ്ഞ ദീനും നോക്കില്ല, നിലപാട് നോക്കില്ല, ഒന്നും നോക്കിയില്ല. നല്ല 1.5 തെറിക്കുന്ന ബൾപ്പുണ്ടോ എന്ന് പറഞ്ഞിട്ട്, ചന്തമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ചന്തത്തിന്റെ ബാക്കിന്ന് മാത്രം നോക്കിയതാണ്. പാറുന്ന വയസ്സുണ്ട്, അത് മാത്രം നോക്കി. ആ നോക്കിയപ്പോഴാണ് തലേണ എടുത്തിട്ട് പള്ളിക്ക് വരേണ്ടി വന്ന്. അതേ സമയത്ത് നിങ്ങൾ നോക്കേണ്ടത് ദീനാണ്. ഹബീബുൽ വറാ റസൂലുള്ളാഹ് നബി പറഞ്ഞല്ല, തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ ഫൽഫർ ബിദാത്തിദ്ദീൻ. ഹബീബുൽ വറാ റസൂലുള്ളാഹ്. തുൻകഹുൽ മർഅതു ലിഅർബഇൻ, 4 കാര്യങ്ങൾ മാനദണ്ഡമാക്കിയിട്ട് 4 കാര്യങ്ങൾ നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്ന ഏർപ്പാട് പണ്ടേയുണ്ട്. അതാണ് ഹദീസിന്റെ അർത്ഥം. പെണ്ണ് കെട്ടണമെന്നല്ല, അങ്ങനെ നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്ന ഒരു ശീലം ഉണ്ട്. ഏതല്ല 4 കാര്യം? ലിമാലിഹ, പെണ്ണിന്റെ മുതൽ നോക്കി, സ്വത്ത് നോക്കിയിട്ട് അവക്ക് തോട്ടമുണ്ടാ, അടക്കമുണ്ടാ, പൊന്നെത്ര തരും, വെള്ളി എത്ര തരും എന്നൊക്കെ നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്ന ഏർപ്പാട് പണ്ടേ ഉണ്ട്. ഒലി ജമാലിഹ, അവളെ ഗ്ലാമർ നോക്കിയിട്ട് കെട്ടുന്ന ഏർപ്പാടുണ്ട്. ഒലി ഹസബിഹ, വലിയ തറവാടുകാരല്ല, വലിയ തറവാടുകാരിയല്ല, വലിയ തറവാട്ടുകാരിയല്ല, വലിയ മനത്തണ, വലിയ കുള, വലിയ തറവാട് എന്ന് പറഞ്ഞിട്ട് ആ നിലക്ക് കുടുംബത്തിലല്ല ഉള്ളവളല്ലേ എന്ന് പറഞ്ഞിട്ട് പെണ്ണിനെ സെലക്ട് ചെയ്യുന്ന ഏർപ്പാടുണ്ട്. ഒലിദീനിഹ, നല്ല നടപടി, ദീന്, സംസ്കാരം, അച്ചടക്കം, ഇത് നോക്കിയിട്ട് കെട്ടുന്ന സ്വഭാവവും സംസ്കാരവും ഉണ്ട്, ഏർപ്പാടുമുണ്ട്. ചന്തം നോക്കിയിട്ട് കെട്ടലുണ്ട്, പെണ്ണിന്റെ മുതൽ നോക്കിയിട്ട് കെട്ടലുണ്ട്, പെണ്ണിന്റെ കുടുംബം നോക്കിയിട്ട് കെട്ടലുണ്ട്, പെണ്ണിന്റെ ദീന് നോക്കിയിട്ടും കെട്ടലുണ്ട്. ഇങ്ങനെയുണ്ടെങ്കിലും മുസ്തഫായ റസൂലുള്ളാഹ് തീർത്തു പറയുന്നു, ഫൽഫർ ബിദാത്തിദ്ദീൻ, നിങ്ങ ദീനുള്ളവളെ നോക്കിയിട്ട് കെട്ടിക്കോ, നിങ്ങ വിജയിക്കും കേട്ടോ. അല്ലെങ്കിൽ 4 തലേണ എടുത്തിട്ട് പള്ളിന്റെ ഉള്ളിലേക്ക് ഉറങ്ങേണ്ട ഗതികേട് വരാ. നല്ലോണം ജാഗ്രത. ദീനുള്ളവളെ നോക്കിയിട്ട് കെട്ടിയെങ്കിൽ പ്രശ്നമില്ല, അവിടെ പിന്നെ യുദ്ധം നടക്കാനില്ല. അവൾക്ക് സ്നേഹം എന്തെന്നറിയാ, അവർക്ക് ഭർത്താവ് ആരാണെന്നറിയാ, ആദരിക്കേണ്ടത് എങ്ങനെയെന്നറിയാ, ഭർത്താവിന്റെ മുമ്പിൽ എങ്ങനെ വേണോന്നറിയാ, ഭർത്താവിനും അതുപോലെ അറിയാ. ദീനീയ ബോധമുള്ളവനെ നോക്കിയിട്ട് കെട്ടണോ. ചന്തം നോക്കണ്ട എന്നർത്ഥമില്ല, മുതൽ നോക്കണ്ട എന്നർത്ഥമില്ല. മുതൽ നോക്കണ്ട എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നീ കച്ചവടാക്കാൻ പോണ്ട, നീ കച്ചവടാക്കാൻ പോണ്ട. ഇപ്പൊ അങ്ങനെ, ഇപ്പൊ അത് പിന്നെയും കുറഞ്ഞിനല്ലേ. ഇപ്പൊ ചെക്കന്മാർക്ക് കുറഞ്ഞിനി, എന്നെങ്കിലും കാക്ക ഉപ്പാപ്പ വിട്ടിട്ടേ ഇല്ല. ഈ എല്ലാത്തിന്റെ ഇടയിൽ അഡ്ഡം വരുന്ന കുറച്ച് തൊണ്ടന്മാരുണ്ട് എല്ലാ നാട്ടിലും ഉണ്ട്. ചില ചെക്കന്മാർ ഞങ്ങൾ എന്നെ ചെല്ലുന്ന ഉസ്താദ് കാര്യമായിട്ട് ദ്വാരക്കണം ഉസ്താദ്, നല്ലൊരു പെണ്ണിനൊന്ന് കിട്ടാൻ. നല്ല പെണ്ണില്ലെങ്കിൽ അല്ല, ഇപ്പത്തതെല്ലാം കാണുമ്പോ അല്ലാ ഇങ്ങനത്തത് വേണ്ട ഉസ്താദ്.
നമ്മളെ ജീവിതവും ബർബാദാവും നായി നക്കിയിട്ട് പോകും. പിന്നെ അതുകൊണ്ട് കുറച്ച് ദീനും ബോധമല്ലോ ഉള്ള ഒരു പെണ്ണ് കിട്ടിയെന്നല്ലേ എന്ന് ചൊല്ലുമ്പോ ഇൻഷാ അല്ലാഹ് ദുആർക്ക് ഇൻഷാ അല്ലാഹ് ഖൈറായത് എത്തിക്കട്ടറാ. പിന്നെ കാസിഫനൊന്നും കാസിഫന് എനക്ക് വേണ്ട ഉസ്താദ്. പിന്നെ പാപ്പ വിടുന്നില്ല. ആരുവിടുന്നില്ല? നീ എളുപ്പത്തിൽ ചെല്ല്, നീ നന്ന കണ്ടീഷൻ വെക്കണ്ട, നീ ചെല്ലേ. ഓക്കാ കാസിഫിന് എടുത്തിട്ട് വേണം പാപ്പ. നിങ്ങളെ കെട്ടി എന്നൊന്നും 4 ഓളം കെട്ടല്ലേ, നിങ്ങളെ കെട്ടി. എന്താ നിനക്ക് ആ ബാറ്ററി ഇല്ലേ? ആ നട്ടല് നിനക്കല്ലേ? ബാക്കി എല്ലാത്തിനും ഉണ്ടല്ലോ നട്ടല്. ഇത് ചെല്ലണേ ബാപ്പ. അങ്ങനെ പണ്ടവും പൊന്നും കണക്ക് പറഞ്ഞിട്ട് മേങ്ങിട്ട് കൊണ്ടുവരാന് സുബ്രഹ്മണ്യത്ത് പോത്തുന്നു കൊണ്ടിരുന്നല്ല ഞാന്. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പകുതിയായിട്ട് ഇണയായി തുണയായി ഒരു ഭാര്യയെ, എന്റെ മക്കളെ ഗർഭം ധരിക്കേണ്ട ഒരു പെണ്ണിന്, എന്നെ നോക്കി പോറ്റേണ്ട ഒരു പെണ്ണിന്, നിങ്ങൾക്ക് സഹായം നൽകേണ്ട ഒരു പെണ്ണിന്, മതബോധമുള്ളൊരു പെണ്ണിന് നിങ്ങൾ നോക്കിക്കോളൂ പപ്പോ. വേറെല്ലാം അല്ല തരും കേട്ടോ. അത് ഖുർആനല്ലേ. കയ്യിലെ കാശില്ല പൈസയില്ല എന്ന് പറഞ്ഞിട്ട് മങ്ങലാവാണ്ടിരിക്കണ്ട. അവളെ കാശ് നോക്കിയിട്ട് മങ്ങൽത്തിന് തുള്ളയും വേണ്ട. അതില് ബർക്കത്തില്ല. പെണ്ണിന്റെ കാശ് മേങ്ങിയിട്ട് ഇന്നോളം പെണ്ണ് കെട്ടിയോന്റെ കടം തീർന്നിട്ടില്ല. അവന്റെ കീശയില് പൈസയില്ല. 3-ന്റെ അന്ന് ബിരുന്നിന് പോകുമ്പോ കാറിന് പെട്രോൾ അടിക്കാൻ ചങ്ങായിന്റെ 200 ഗൂഗിൾ പേ ആക്കാനാ പുതിയാപ്പിള പറഞ്ഞ്. ഏത് പുതിയാപ്പിള? 5 ലക്ഷം കാശി അല്ലെങ്കിൽ 40 പൗണ്ട് മേങ്ങിയ ചങ്ങായി എല്ലാം കാലി. ചോദിച്ചിട്ട് മേങ്ങുന്നതില് ബർക്കത്തില്ല. അവരായിട്ട് തരുന്നതിൽ ബർക്കത്തുണ്ട്. അതവരിഷ്ടം പോലെ, അതവരെ സൗകര്യം പോലെ. അവരെ മോൾക്കല്ലേ, അവരെ കരളിനല്ല, അതവരിഷ്ടം പോലെ ആയിക്കോട്ടെ. നീ നോക്കേണ്ടത് ഒന്നാമത്തെ പരിഗണന ദീനാണ്. ചന്തം മാത്രം നോക്കല്ല കുഞ്ഞ്. എണീക്കണ്ട. നിർത്താനായി 10 മിനിറ്റ് മാത്രം ബാക്കിയുള്ള എന്റെ വിഷയം തീർന്നിട്ടില്ലെങ്കിലും 10 മിനിറ്റ് മാത്രമേ ഉള്ള. നിങ്ങൾ എല്ലാവരും ഒന്നിരിക്കും. ഒരുപാട് 100 കണക്കിന് വിശ്വാസികളുള്ള മജ്‌ലിസ്. ഞങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ ബേജാറുകളെല്ലാം ഉണ്ട്. ആരോടും പറയാത്ത വിഷമങ്ങളുള്ളവരുണ്ട്. എല്ലാം ഞങ്ങൾക്ക് ഈ മഹാന്റെ ഹദറത്തിൽ വെച്ചിട്ട് ദുആരക്ക. അല്ലാഹു ഞങ്ങളെ വിഷമവും ബേജാറും തീർത്തു തരട്ടെ. ചന്തം നോക്കിയിട്ട് മാത്രം കെട്ടണ്ട. ഇരുന്നോളൂ. അല്ലെങ്കിൽ നേരെ സ്ഥലം വിട്ടോളി. ഇരിക്കുന്ന നേരെ ഇരുന്നിട്ട് കേട്ടോളി. സ്വർഗത്തിന്റെ മജ്‌ലിസ് നിങ്ങൾ ഐലിയിലെ പോകുമ്പോൾ സ്വർഗത്തിന്റെ മജ്‌ലിസ് ആന്നില്ല. ഇതിന്റെ അപ്പുറം സ്വർഗത്തിന്റെ മജ്‌ലിസ് അല്ല. ഇന്നീ എന്ത് നഗർ? ധർമ്മനഗർ അല്ലേ? ഈ നഗറല്ല അടുത്തനായനെ കൊണ്ട് മിസ്സാ. ഞാൻ അവിടെ ന്യൂസ് ചാനൽ തന്നെ കേട്ട എന്താ പറഞ്ഞാൽ ഗാന്ധിനഗർക്ക് പറഞ്ഞോട് ഗാന്ധിനഗർ അത് മറ്റൊന്ന് ധർമ്മനഗർക്ക്. അത് ഈ നഗരല്ല മിസ്സാന്ന് സാധാരണ അല്ലേ? ഏതുപാട്ട് ഇന്ന് നല്ലോണം ജാഗ്രത ആക്കണം. പണ്ടത്തെ പോലല്ല. ഇന്ന് വേദെല്ലാം ചെല്ലുമ്പില്ല മനുഷ്യന്മാർ എങ്ങനല്ലേ എഡിറ്റാക്കെന്ന് പറഞ്ഞാൽ. ചില മനുഷ്യന്മാർക്ക് അതന്നെ പണി, വേറെ പണിയില്ല. ഒന്നാമത് എഡിറ്റാക്കിന് മനുഷ്യനെ ഫിത്തനാക്ക, എവിടക്കാക്ക. രണ്ടാമത് പൈസ ആക്ക. അതിന് ഇട്ടിട്ട് യൂട്യൂബിൽ ഇട്ടിട്ട് കയറ്റിയിട്ട് വ്യൂസ് കൂടിയെങ്കിൽ, സബ്സ്ക്രൈബ് കൂടിയെങ്കിൽ, ഷെയർ കൂടിയെങ്കിൽ മണിയേ ദൊഡപ്പ. പിന്നെ ആര് ചത്തങ്കന്ത്, ആര് ഫിത്തനായങ്കന്ത്. ആ തങ്ങളെ ചൊല്ലി ഈ തങ്ങളെ ചൊല്ലി 4 നാക്ക് പിന്നെ എന്റെ ക്ലിപ്പിട്ടിട്ട് മഹാനരായ കുമ്പോൾ തങ്ങളെ പറഞ്ഞു പറഞ്ഞിട്ട് ക്ലിപ്പാക്കി. ഇപ്പൊ നോക്കുമ്പോ അതേ ക്ലിപ്പിന് എന്റെ ക്ലിപ്പിന് ഇട്ടിട്ട് മഹാനായ സയ്യിദുൽ ഉലമാനെ പറഞ്ഞു. അതേ പ്രസംഗം 4 നാക്ക് പിന്നെ കുമ്പോൾ തങ്ങൾക്ക്. ഇപ്പൊ അത് സയ്യിദുൽ ഉലമാക്ക്. ഇനി 12 കഴിഞ്ഞ മഹാനരായ ഞങ്ങളെ എല്ലാമായ ശംസുദ്ദീൻ തങ്ങൾക്ക് വെച്ചിട്ടും വരും. ക്ലിപ്പാക്കുന്നോന്റെ കുരുത്തക്കേട് അവർ അനുഭവിച്ചോട്ടെ, നമുക്കൊന്നും പറയാനില്ല. ഞാൻ ഇത് പറഞ്ഞതിനറിഞ്ഞ മുണ്ടുമ്പോ ജാഗ്രത ആക്കണോ. ഞാൻ ധർമ്മനഗറും ചെല്ലിനോട് ഗാന്ധിനഗർ നാളെ ക്ലിപ്പ് വരും. അതിനൊരു സാമ്പിൾ ചെല്ലി. ഞാൻ വിഷയം പറഞ്ഞല്ലേ, നിങ്ങളൊന്നും ടെൻഷൻ ആക്കണ്ട. ബിടി ഹല്ലുവല്ലി ബിടി ഞാൻ ചെല്ലിട്ടുമില്ല, നിങ്ങൾ കേട്ടിട്ടുമില്ല. ബിടി എന്തിനു പിത്തനാക്കണം? എന്തിന്റെ ആവശ്യം? എല്ലാരെയും ആദരിക്കുക. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആലിമീങ്ങളെ, എല്ലാ മഹാന്മാരെ, എല്ലാ സാദാത്യങ്ങൾ, അവർ ദീനിന്റെ ഷിയാറുകളാണ്. അവർ ദീനിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. സമുദായത്തിന്റെ ഈമാൻ രക്ഷപ്പെടണമെന്ന് മാത്രം ചിന്തിക്കുന്നവരാണ്. ഇത് ആരും പേടിച്ചിട്ട് സോപ്പെടുന്ന വിഷയമല്ല. ഇത് ഈമാനിന്റെ ഭാഗമാണ്. ഏത് ഗ്രൂപ്പുകാരനും സോപ്പെടുന്ന വിഷയമല്ല. ഇത് ഈമാന്റെ ഭാഗമാണ്. ഗ്രൂപ്പ് എല്ലാവർക്കും ഉണ്ട്, എനക്കും ഉണ്ട്. ഞാൻ കരകളഞ്ഞ സമസ്തക്കാരനാണ്. അതെന്റെ മനസ്സിൽ, എന്റെ വരന്റെ ഉള്ളിൽ. ഉള്ള സ്റ്റേജിലും മൈക്കന്റെ ദൂറിലും ഉള്ള പള്ളിയിലും പറ്റുന്ന ഗ്രൂപ്പ് കാട്ടാക്കാനില്ല.
എല്ലാവരും അങ്ങനെ ഗ്രൂപ്പ് ഏതായാലും എന്താ അവർ അലിമീങ്ങളല്ലേ, സുന്നത്ത് ജമാഅത്തിന്റെ അലിമീങ്ങൾ. അവർ ഈ ഭൂമിയിലെ വെളിച്ചമാണ്, അവർ ഈ ഭൂമിയിലെ നിറദീപങ്ങളാണ്, അവർ ഈ ദീനിന്റെ ഏറ്റവും വലിയ അടയാളങ്ങളാണ്. അല്ലാഹു തആല സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ അലിമീങ്ങൾക്കും, എല്ലാ സാദാത്യങ്ങൾക്കും, എല്ലാ നേതാക്കൾക്കും, എല്ലാ ഉമറാക്കൾക്കും അല്ലാഹു ആരോഗ്യമുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ആരോഗ്യമുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ആരോഗ്യമുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ ചൊല്ലിയില്ലേ? ഗ്രൂപ്പിന്റെ ഭിത്ത് കേറി ഞാൻ. അല്ലാഹു ഞങ്ങളെ എല്ലാവരെയും കാത്തു സലാമത്താക്കട്ടെ. ഞാൻ നിങ്ങളെ പറഞ്ഞല്ല, ഒന്നാമത് എന്റെ സ്റ്റൈലിങ്ങാണ്, അതെല്ലാവർക്കും പിടിക്കുന്നില്ല. അള്ളാഹു ഞങ്ങളെ നല്ല സ്വഭാവത്തിന്റെ അഹ്ലികാരിൽ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ടുപെടുത്തട്ട്. രണ്ടാമത് എനക്ക് ഉള്ളനെ ചെല്ലിട്ടെന്നെ പോയിറ, നിങ്ങത്തെ പോയ പോകുമ്പോ 10,000 തരും, 15,000 തരും എന്ന് പറഞ്ഞിട്ട് ഞാൻ മൂടി വെച്ചങ്ങാവാ. 10,000 ഇല്ല ആചാർ, ആ ഒരു 500 കുറക്കി വലിയ വിഷയൊന്നുമില്ലേ? അല്ല നിങ്ങൾ പൈസ തരും, നിങ്ങൾ ആനാക്കും ചേരാക്കും, ഞാൻ ഉള്ളനെ പറയാണ്ടിരിക്കണ, അതിന്റെ ആവശ്യമില്ല. വയല് കിട്ടും കിട്ടാതിരിക്കും, അത് വേറെ വിഷയം. ഞങ്ങളെ ജാക്കി വെക്കുന്നവരുണ്ടാവും, ഞങ്ങളെ പിരികേറ്റുന്നവരുണ്ടാവും, എല്ലാരും ഉണ്ടാവും. അവിടെ അതിനൊന്നും ആരും വശംവദരാകണ്ട. അള്ളാന്റെ ദീനിന്റെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസധാര, അത് മുറുകെ പിടിച്ച് ജീവിക്കുക, അത് മാത്രമാണ് ഹക്ക്. അതിന്റെ അപ്പുറമുള്ളതെല്ലാം ബാത്തില. അല്ലാഹു തആല സുന്നത്ത് ജമാഅത്തിന്റെ അലിമീങ്ങൾ കാഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ഇരിക്കട്ടെ. അപ്പോ ആ നിലക്ക് ദീനുള്ളവനെ നോക്കിയിട്ട് കെട്ടണം. മുസ്തഫായ റസൂലുള്ള പറഞ്ഞ അങ്ങനെയാണ്, ഹബീബായ റസൂലുള്ള പറഞ്ഞത് അങ്ങനെയാണ്, പരിശുദ്ധമായ ദീന് പറഞ്ഞത് അങ്ങനെയാണ്. ദീനില്ലാത്തവരെ നോക്കിയിട്ട് കെട്ടിയാ തോക്കേണ്ടി വരാം. തോറ്റിട്ടില്ല. ഈ പറഞ്ഞതിന്റെ അർത്ഥം പറഞ്ഞാ നിങ്ങൾ എന്റെ വയല് കേൾക്കുമ്പോ വിചാരിച്ചോണ്ട, അല്ലാ ഇയാള് ചെല്ലിയ പോലത്തെ വയല് ചെല്ലിയ പോലത്തെ ഇങ്ങനെയുള്ള എന്റെ തിരിയായിട്ടുമില്ല, അങ്ങനത്തെ മാപ്പിള ഞാനും ആയിട്ടില്ലല്ലോ റബ്ബേ. ഇന്ന് അസർക്കും കട്ടൻ ചായക്കും മധുരം കൂടിനല്ലേ, ഞാൻ എല്ലോണം പിണങ്ങിനല്ലേ? അസാരില്ല, അത് റസൂലുള്ളാഹിന്റെ പേരിലും പിണങ്ങിന്, അത് ഉമർ ഖത്താബ് തങ്ങളെ പേരിലും പിണങ്ങിന്. അങ്ങനത്തെ ചെറിയ ചെറിയ പിണക്ക് വേണോ? നിങ്ങൾ വലിയ തളുവാറും കത്തിയെടുത്തില്ല, ചെറുത് അത് സൗന്ദര്യ പിണക്കുന്ന, അതിന്റെ പേരെന്നല്ലേ, അതൊരു ചന്താണ്, അതവിടെ തീരണോ? ഇത് 3 മാസം മുണ്ടൊന്നില്ല, കൊണ്ടത്തിൽ വെച്ച് വേണ്ട. ഏതൊരു മാപ്പിളും തിരികളും പിണങ്ങിയല്ല, പിണങ്ങിയിട്ട് മുണ്ടുന്നേ ഇല്ല. എന്താ കട്ടകാലത്തിന് പിണങ്ങി അന്ന് തന്നെ ഓന്റെ വാച്ചിന്റെ ബാറ്ററിയും പോയി, വാച്ച് ബന്ദ്, എൽഡ്രാമും ഇല്ല, മൊബൈലും സ്വിച്ച് ഓഫ്. ഒരു കടലാസ് എഴുതിട്ട് വെച്ചോ, സുബൈക്ക് 4:30 മണിക്ക് എന്നെ വിളിക്കണോ? കാരണം ഇഷർത്താന്നില്ല, ഞങ്ങൾക്ക് ചെല്ലം കൊന്നില്ല, മുണ്ടുന്നില്ലല്ലേ പിണങ്ങിട്ട്. സുബൈക്ക് 4:30 മണിക്ക് എന്നെ വിളിക്കണോന്ന് കടലാസ് എഴുതിട്ട് വെച്ചു. ഉറങ്ങിയോ? അവ എപ്പോഴത്തെ പോലെ നിസ്കാരമെല്ലാം ഉള്ള, നാവ് മാത്രം 12 ഇഞ്ച് എന്നോ നിസ്കാരമെല്ലാം ഉണ്ട്. ഓനെക്കാളും പിന്നെ എനിക്ക് നിസ്കരിച്ച് നോക്കുമ്പോ ഒരു കടലാസ് ഇങ്ങനെ ഫാൻ്റെ കാറ്റിക്ക് പാർന്നാണ് എപ്പോഴും ഇല്ലാത്തത്. മൊബൈൽ എടുത്തിട്ട് നോക്കുമ്പോ സുബൈക്ക് 4:30 മണിക്ക് എന്നെ വിളിക്കണോ എന്ന് എഴുതിന് മാപ്പിള. ഓന്തൊക്കെ അറിഞ്ഞാ പെന്നും കൊണ്ടുവന്ന കടലാസും കൊണ്ടുവന്ന ഞാൻ 3:45 എണിച്ചില്ല. നിങ്ങൾ മുണ്ടാത്തതുകൊണ്ട് ഞാൻ വിളിച്ചിട്ടില്ല, എഴുതിട്ട് അവിടെ വെച്ചിട്ട് പോയ. അത് പറ്റല്ല, ആ പിണക്കല്ല ഈ പറഞ്ഞ സൗന്ദര്യ പിണക്കം. അത് മഹാന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈമാനുള്ളവരാകുമ്പോ, നല്ലവരാകുമ്പോ, നല്ല മാപ്പിളയാണെങ്കിൽ, അള്ളാനെ പേടിക്കുന്ന നല്ല മുഅ്മിനാണെങ്കിൽ, അവന് ചിലപ്പോ ഭാര്യമാരിലൂടെ ചില പരീക്ഷണങ്ങൾ ഏറെയുണ്ടാകും. അത് നല്ല മുഅ്മിനിന്റെ, അല്ലാഹുവിനെ അറിഞ്ഞ മുഅ്മിനിന്റെ ലക്ഷണമായി ഇമാമിങ്ങൾ കിതാബിൽ പറഞ്ഞതാണ്. അതേ സമയത്ത് നല്ല ഭാര്യയാണെങ്കിൽ, ദീനീ ബോധമുള്ള പെണ്ണാണെങ്കിൽ, അല്ലാഹുവിനെ അറിഞ്ഞു ജീവിക്കുന്ന ഭാര്യയാണെങ്കിൽ, അവൾക്കും അങ്ങനെ ചിലപ്പോ ഭർത്താവിൽ നിന്നിട്ട് നല്ല പീഡനങ്ങൾ ഉണ്ടാകും. അവിടെയെല്ലാം ക്ഷമിച്ച് സഹിച്ച് കടമകളെല്ലാം അതിന്റെ മട്ടം പോലെ നിർവഹിച്ച് നല്ല നിലക്ക് മുന്നോട്ട് പോയാൽ ആ ജീവിതത്തില് ബർക്കത്തുണ്ട്, ആഖിറത്തില് കൂലിയുണ്ട്. പറഞ്ഞു വന്നത് പെണ്ണിന്റെ കാശും പൊന്നും നോക്കിയിട്ട് പെണ്ണ് കെട്ടണ്ട. ഇയകൂനോ ഫുഖറാ യുഗ്നിഹുമുല്ലാഹ്. പരിശുദ്ധ ഖുർആനാണ്.
ഫൻകിഹൂ മാ താബ ലക്കും മിനൻ നിസാഇ വഅൻകിഹൂ. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. അതേ വഅൻകിഹുൽ അയാമ മിൻകും വസാലിഹീന മിൻ ഇബാദിക്കും വഇമാഇക്കും. നിങ്ങൾ നല്ലവരെ നോക്കിയിട്ട് കെട്ടിക്കോളൂ, നല്ലവരായ അടിമകളെ നോക്കിയിട്ട് കെട്ടിക്കോളൂ, നല്ല പെണ്ണുങ്ങളെ നോക്കിയിട്ട് കെട്ടിക്കോളൂ. ഇയകൂനു ഫുഖറാ, നിങ്ങൾ കാശില്ലാത്തവരാണ്, പൈസ ഇല്ലാത്തവരാണ്, ഗതിയില്ലാത്തവരാണെങ്കിൽ പൈസ ഇല്ലല്ലോ, ചെലവിനില്ലല്ലോ, മംഗലങ്ങനെ നടത്തുന്നതെന്ന് ബേജാറ് വേണ്ട. ഇയകൂനു ഫുഖറാ യുഗ്നിഹുമുല്ലാഹ്, നിങ്ങളെ ജീവിതത്തിൽ അല്ലാഹു സമ്പത്ത് നൽകുക. കല്യാണം ആ പേര് പറഞ്ഞിട്ട് മാറ്റിവെക്കണ്ട. പൈസ ഇല്ലാലോ, പൈസ ഇല്ലാണ്ട് എന്താക്കുന്ന, കാശില്ലാണ്ട് മംഗലെടുക്കുന്ന കാണാ. ചില ബാപ്പമാർ പറയലുണ്ട്, മോനെ എപ്പോഴും ബജാറിൽ കാണുന്നത് നിങ്ങളെ മോ അല്ലേ, ഒക്കെ ബജാറ് ഒക്കെ ഒക്കെ എൻ്റെ മോനെന്നെ മംഗല മോനെ മംഗല മോന് പണിയില്ല, പൈസ ഇല്ല, മോന് 5 പൈസ ഇല്ല, മംഗല പൈസ ഇല്ലാത്തതിന് മംഗലാക്കാണ്ടിരിക്കാൻ കഴിയ. പണിയില്ലെങ്കിൽ തെറ്റാണ്, പണിയെടുക്കണം. അതേ സമയത്ത് ഞങ്ങൾ ഈ വലിയ സമ്മേളനം പോലത്തെ മംഗലാക്കണമെങ്കിൽ കോടി ഉണ്ടെങ്കിൽ മതിയാവും. മുസ്തഫ റസൂലുള്ളാഹി പറഞ്ഞത് ഏറ്റവും നല്ല മംഗലം ചെലവ് കുറഞ്ഞതാണ്. മംഗലിപ്പം ഞാൻ ആ ഭാഗത്തെങ്കിലും പോകുന്നില്ല, ഇത് വിശാലമായ വിഷയമായതുകൊണ്ട് ഇത് എവിടെ എത്താലെന്ന് എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാനൊരു ഭാഗം മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ ഈ ഭർത്താവിന്റെ കടമ, ഭാര്യന്റെ കടമ ഒന്നും കൂടുതൽ പറയാൻ സമയമില്ല. മംഗല എങ്ങനെ പോകണമെന്ന് പറയാനും സമയമില്ല. എന്നാലും പറയട്ടെ, വജാലുഹാ ഫിൽ മസ്ജിദി, മംഗല നിങ്ങൾ പള്ളിയിലാക്കണം. ഹോള് തേടിച്ച് പോണ്ടിയതല്ല, മംഗലം പള്ളി. പിന്നെ അന്ന് ദഫെല്ലാം മുട്ടിയിട്ട് ബുർദെല്ലാം പാടിയിട്ട് നല്ല കാര്യം ചെയ്യണോ. ചെണ്ട മദ്ദളം ഗാനമേള ഇത് ചെല്ലുമ്പോ ഉസ്താദെ എനക്ക് മനസ്സുണ്ടോ, ബാലക്കാരൻ കേൾക്കുന്നില്ല, ബാലക്കാരൻ കേൾക്കുന്നില്ലെങ്കിൽ ചെല്ലി ഈ പള്ളിയിൽ നടത്തണ്ടാന്ന്. ബാപ്പല്ലേ നിങ്ങ ഇത്ര കാലം പോയിട്ടില്ലേ, ചെല്ലുവാനോട് അല്ല പൊരുത്തപ്പെടുന്ന നിലക്ക് നടത്തിക്കൊള്ളണം മോനെ. നീ കേട്ട 10 അല്ല 1 ലക്ഷം ഞാൻ ഏറെ തരാം ഉമ്മ. നീ എന്റെ കണ്ണ്, നീ എന്റെ കിടാവും മാത്രം, വേണ്ടാത്തൊന്നും വേണ്ട. അല്ലെ ചെങ്ങന്മാർ വിടുന്നില്ല, ചെങ്ങന്മാരിൽ ചന്തത്തിൽ ചെല്ലി നിനക്ക് 4 ജ്യൂസ് ഏറെ തരാറാ, വേണ്ടാത്തലിക്കൊന്നും പ്രവേശനം ഇല്ല, ചെല്ല്. നിനക്ക് അതും ചെല്ലാനാന്നില്ലേ, മംഗലെടുക്കണ്ട നീ ഇവിടെ ഓ. ഞാൻ ബാപ്പ, അത് ചെല്ലാനുള്ള ബാറ്ററി ബാപ്പാക്ക് വേണോ? നമ്മളെ പേരിന്റെ ഉള്ളിലുള്ള ഈമാനു ഇസ്ലാം ഇപ്പൊ എത്ര മണിയോളം മംഗലത്തിന്റെ അന്ന്? എത്ര മണിയോളം? 11:30 മണി വരെ. എന്തു ഏറിയെങ്കിൽ 11:30-12 മണി വരെ അല്ലേ? എന്ത് ഈമാൻ, എന്ത് ഇസ്ലാം! എല്ലാ തങ്ങന്മാറും എല്ലാ പള്ളിന്റെ ഉസ്താദും മാറും, പൊയ്യത്ത വലി ജമാഅത്തിന്റെ അണ്ടറിൽ എത്ര മഹലുണ്ട്, എല്ലായിടത്ത് ഹത്തി മാറും, ആജി മാറും, എല്ലാം. അതിന്റെ ഇടയ്ക്ക് തങ്ങൾ അവിടുന്ന് വിളിച്ചിനും ഇവിടുന്നും വിളിച്ചിനും എല്ലാവരും ഉണ്ട്. അല്ലാ ഈമാന് ചൊരിയുന്ന മജ്ലിസ്. അങ്ങനെ 11:25 പുതിയ ആപ്പിള വന്ന് കോട്ടും ഓവർ കോട്ടെല്ലാം ഇട്ടിട്ട് മഹദി മമ്പരും പോലെ. എന്ത് ഈമാനി ഇറ്റിനല്ലേ ചൊരിയത്, തലയില് തൊപ്പി, അത് ഇത് ഷെർവാനി, ആ ബിരിയാണി എല്ലാം ഉള്ളാണി കൊണ്ട് ആ ഇട്ടിട്ടോ വരുന്ന കാണുമ്പോ ഡമസ്കസ് പള്ളിന്റെ മീത്ത മഹദി മാമ ഇറങ്ങി അത് വിചാരിച്ചോളാം. ആ നിലക്കോൻ വരുന്നോ, ഓന്റെ ബാക്കിൽ ഓന്റെ ബാപ്പ വന്നിന് ഈസാ നബി വന്ന പോലെ അതിന്റെ ഡബിൾ കോട്ടിട്ട് അല്ല ഈമാൻ ഇസ്ലാമിന്റെ കോലം പറയുന്നത്. എന്നിട്ട് ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ വജമഅല്ലാഹു ബൈനക്കുമാ, തങ്ങളെ ദുആഉ എല്ലാം കഴിഞ്ഞ് ഒരു ചന്തത്തിൽ പിരിഞ്ഞ് സുബ്ഹാനല്ലാഹ് 2:30 മണിക്ക് തുടങ്ങിയല്ലേ DJ ലേ. നമ്മളെ കമ്മിറ്റിക്കാരാക്കിയത് അങ്ങനെ, കമ്മിറ്റിക്കാരാക്കുന്നതും അങ്ങനെ. ഉസ്താ പിന്നെ ഒരു വിഷയമുണ്ടോ, നമ്മൾ അയാളെ മോന്റെ മംഗല ഇന്ന് അല്ലേ 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 ഒക്കോ. അപ്പൊ പിന്നെ ഉസ്താ ഒരു വിഷയമുണ്ട്, എന്തറിഞ്ഞ ഇവിടുത്തെ കമ്മിറ്റിക്കാർ വിഷയമല്ല, ഇവിടുത്തെ വിഷയമല്ല, പേടിച്ചിട്ടല്ല. ഞാൻ ഈ ചെന്ന സ്റ്റൈൽ ഊടുണ്ടെങ്കിൽ ഊടന്നെ വരുന്നാണ്ട് വിളിക്കണ്ട, പിന്നെ പോകുമ്പോ 500 രൂപ കുറക്ക്, തീർന്നു. വേറെ ആനകുതിര എന്താവാനല്ലേ ഇട, ആരും എന്നെ പീസാക്കിയിട്ട് സോപ്പിന്റെ വെട്ടിയിലകത്തൊക്കെ എടുത്താല. ചില കമ്മിറ്റിക്കാർക്ക് ഒരു പണിയുണ്ട്, എന്തറിഞ്ഞ എന്ത് ഒരു ജല്ലു ഉസ്താദിൽ വന്നിട്ട് ഉസ്താദെ അയാളെ മോന്റെ മംഗല ഇന്ന് അവിടെ ചെന്ന് കേൾക്കുന്ന എങ്ങനെയല്ലെങ്കിൽ അവർ DJ സംഘം വിളിച്ചിന്, കണ്ണൂർന്നു മാപ്പിള സംഘം വിളിച്ചിന്, മംഗലാപുരത്തുനിന്ന് ഒപ്പന സംഘം വിളിച്ചിന്, ധർമ്മസ്ഥലത്ത് നിന്ന് യക്ഷഗാന ബയലാട്ട സംഘത്തിനെയും വിളിച്ചിന്, ജൽദ കേട്ടിന്. ആ പുസ്തകം നിങ്ങൊരു വിഷയാക്കി, നിങ്ങ ആ ടൈം ആകുമ്പോഴൊക്കെ കാറെടുത്തോണ്ട് വന്നെങ്കിൽ ഇത് ഹത്യസ്ഥാനിൽ ചെന്ന കമ്മിറ്റി, മഹാന്മാരായ കമ്മിറ്റി, ഹത്യസ്ഥാനിൽ ചെന്നെന്തറിയാ, നിങ്ങ ആ കഡ്ലാസും കാര്യം മുക്കുറി ഉസ്താദിൽ കൊടുത്തിട്ട് നിങ്ങ പിടി, അയാളെ പൊട്ടി നിങ്ങ പാട്ട്.
നിങ്ങൾ ഞങ്ങളെ ജമാഅത്തിന്റെ തീർമാനം നല്ല തീർമാനം തന്നെ. കാരണം അത് അയാൾക്കൊരു പനിഷ്മെന്റാണ്, അവർക്കൊരു ബോധം വരാൻ, ഇനി അങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ. അനിസ്ലാമികമായ അനാചാരങ്ങൾക്ക്, ഇസ്ലാമികമല്ലാത്ത പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളെ ജമാഅത്തിൽ അലൗഡില്ല എന്ന ബോധം വരുത്താൻ ഈ തീർമാനം നല്ലതാണ്, നല്ലതന്നെ. അങ്ങനെ കത്തി പോയിട്ടില്ല. ഈ വന്നിട്ട് ചെല്ലിയ 12 കമ്മിറ്റിക്കാർ എന്തൊക്കെ അറിഞ്ഞ ഇയാൾ വേണ്ടി ചെല്ലിയിട്ട് ഇയാൾ ഇരുത്തിയിട്ട് 11:30 മണിക്ക് നിൽക്കാൻ്റെ ടൈമിൽ 12 കമ്മിറ്റിക്കാരും പോയിട്ട് പൊക്കിള് വിരിയോളം നിന്നിട്ട് വന്നല്ലേ ഇയാള് പട്ടിണി. ആർക്ക് പിന്നീട് നിങ്ങൾ ചെല്ലണോ, നിങ്ങൾ പ്രസംഗിക്കണോ? ആർക്ക്? സത്യത്തിൽ ഇങ്ങനെയുള്ള അനാചാരങ്ങൾക്കെതിരെ ദിട്ടനിർധാര ധീരമായ നിലപാടെടുക്കേണ്ടത് ഉസ്താദുമാരുടെ പറച്ചലിനേക്കാളേറെ നാട്ടിന്റെ മഹല്ല് നേതൃത്വമാണ് അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് കമ്മിറ്റിക്കാർ. അവർ ഇടപെടണം. അവർക്ക് സ്വിച്ച് ഇടുന്ന പണി മാത്രമല്ല ഹൗദിന്റെ അവിടെ. ഹൗദിൽ തന്നുണ്ടായില്ലേ, മുക്രിക്ക് ലീവാക്കിനായില്ല നോക്കുന്ന പണി മാത്രമല്ല. കമ്മിറ്റിയിൽ നാടിന്റെ നേതൃത്വമാണ്, ഉമറാണ്. അവർക്ക് ഈ സമുദായത്തിൽ വലിയ വിലയുണ്ട്. അവരെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം. പരിശുദ്ധരായ റസൂലുള്ളാഹ് 10:40 എത്ര മണിയുള്ളൂ ഉസ്താദ്? ദുആയോടുകൂടി 11 അല്ലേ? മതി. ദുആയോടുകൂടി 11 നിർത്താനായി. 10:40 സമയം പോയത് അറിഞ്ഞില്ല. 2 മണിക്കൂർ എപ്പോഴേ കഴിഞ്ഞിട്ടായി. അല്ലാഹു തആല ഞങ്ങളെ കബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ദീനുള്ളവരെ നോക്കിയിട്ട് കെട്ടുക, അനാചാര പ്രവർത്തനങ്ങളൊന്നും മാറി നിൽക്കുക. ദഫുമുട്ടുന്നതിന് തെറ്റില്ല. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബിയുടെ മംഗലത്തിന് പോയ നേരത്ത് അവിടെ അതാ കുറച്ച് പെൺകുട്ടികളും എല്ലാവരും ഇരുന്നിട്ട് ദഫുമുട്ടുന്നു. നബി തങ്ങളെ വരുന്നതിന് മുന്നേ ബദരിയിൽ ശുഹദായ ബദരീങ്ങളെ പറ്റി പാടിയിട്ട് ദഫുമുട്ടുകയായിരുന്നു. റസൂലിനെ കണ്ടവാട് സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫായ നബി തങ്ങളെ മംഗലപ്പന്തലിലേക്ക് വരുന്നത് കണ്ടപ്പോ ദഫ് മുട്ടിയിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടികളെ ബദരീങ്ങളെ പറ്റി പാടുന്ന പാട്ട് നിർത്തിയിട്ട് റസൂലുള്ളാഹിനെ പറ്റി പാടാൻ തുടങ്ങി. വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദീ. മുസ്തഫായ നബി തങ്ങളെ പറ്റിയുള്ള മദ്ഹ്, നബി തങ്ങളെ പറ്റിയുള്ള പോരിശ, നബി തങ്ങളെ കാണുമ്പോ ഇവർ പാടാൻ തുടങ്ങിയ നേരത്ത് മുസ്തഫായ റസൂലുള്ളാഹി ദഫ് മുട്ടുന്ന കിടാക്കളോട് പറഞ്ഞു, വേണ്ട മക്കളെ, എന്നെ പറ്റി ഇപ്പൊ പാടിയിട്ട് നിങ്ങൾ ദഫ് മുട്ടണ്ട. നിങ്ങൾ ഞാൻ വരുന്നതിന് മുന്നേ മുട്ടിക്കൊണ്ടുണ്ടായ ബദരീങ്ങളെ പാട്ടും പാടിയിട്ട് മുട്ടുക. മുട്ടേ വേണ്ടെന്നല്ല, ഞങ്ങളെ സൽപ്പി ചെല്ലും പോലെ, പുത്തൻവാദി നൂതനവാദി ചെല്ലും പോലെ മുട്ടണ്ട, ശിർക്ക് നല്ല ചെല്ലിയേ. ഇപ്പൊ എന്റേത് വേണ്ടുമ്മ, എന്റെ പാട്ട് ഇപ്പൊ വേണ്ട. നിങ്ങൾ മുന്നെ ബദരീങ്ങളെ പറ്റി പാടിക്കൊണ്ടുണ്ടായി, അതിനെന്നെ പാടിക്കോളൂ. സ്വഹിയായ ഹദീസാണ്, സ്വഹിയായ ഹദീസാണ്. അപ്പൊ തപ്പു മുട്ടുക, നല്ലൊരു സദ്യ കൊടുക്കുക. എല്ലാം പോണോ? സദ്യ ചെറുതൊന്നും ആക്കണ്ട, കുറച്ച് ബൽതന്നാക്ക്. മഹാനായ സഹാബി മംഗലം കഴിച്ചിട്ട് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നു. വരുമ്പോ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഈ പുതിയ അപ്പളയായിട്ട് സഹാബി വരുമ്പോ സഹാബി ഭയങ്കര മണക്കുന്നു, സെന്റ് സ്പ്രേ എല്ലാം മണക്കുന്നു. പുതിയ അപ്പളാകുമ്പോ ഒരു 2 ജോഡി ഡ്രസ്സെല്ലാം ഉണ്ടാവല്ലോ, പുതിയ ഷർട്ടെല്ലാം ഇട്ടിട്ട് മണത്തിട്ട് ഇങ്ങനെ വരുന്ന കണ്ടപ്പോ റസൂലുള്ള കേട്ട്, ക്യാ ഹേ, ഹലോ, എന്ത് കഥ, എന്ത് മണക്കുന്നു, ഭയങ്കര ഗ്ലാമർ കൂടിയ പോലെ കാണുന്നു, എന്ത് സംഗതി? ആ സഹാബി പറഞ്ഞു, നബിയേ, ഞാനൊരു കല്യാണം കഴിച്ചു നബിയേ, ഞാനൊരു മംഗലം കഴിച്ചു നബിയേ. അപ്പൊ റസൂലുള്ള പറഞ്ഞു, എന്തേ ഞങ്ങളെ അറിയിക്കാൻ? അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഇനി നീ നല്ലൊരു പാർട്ടി തരണോ? കുറച്ച് ചെലവുണ്ട്, അങ്ങനെ ഒപ്പിക്കണ്ട. ഔലിം, നീ ഓരോ ചെലവ് നടത്തണോ, നീ ഒരു മംഗല സദ്യ നടത്തണോ. വലോ വിശാത്തിൻ, അതൊരു ആട് ബിരിയാണി ആയെങ്കിലും മോശമില്ല. ആട് ബിരിയാണി എന്നല്ല, ഞാൻ നിങ്ങൾക്ക് തിരിയുന്ന ഭാഷ ഉപയോഗിച്ചെന്ന് മാത്രം. കല്ലിമിന്നാസ അലാ ഖദ്രി ഉഖൂലിഹിം, അതൊരു ആട്, അതായത് നല്ലൊരു സദ്യ. സിമ്പിൾ ആക്കണ്ട, ബേളന്റെ ചാറും ദാളും തോളും ആക്കണ്ട, കുറച്ച് ചന്തത്തിലെ നാട്ട്. അതിന്റെ അർത്ഥം ബാക്കിനെല്ലാം കൊണ്ട് ഒരു തെങ്ങിന്റെ ഉതുക്കി ശരിക്കണമെന്നുമല്ല. 3 ആളെ ടേബിൾക്ക് അരാട്, അങ്ങനെ 360 ആട്, 450 കോഴി, 260 അയക്കൂറ, 510
ആവേലി എന്താ മാഞ്ചി അല്ലേ? മാഞ്ചിയ മൂഞ്ചിയ എന്തേലും പേര് അല്ലേ? അല്ല അങ്ങനല്ലേ? എന്താ പറയാ പോപ്പുലേറ്റ്. ഈ 6 നാട്ടിലും 100 ഭാഷ ലാജ. നമുക്ക് ഈ ചെല്ലുമ്പോഴും പേടിയാണ്. ഞാൻ എത്ര ലൈറ്റ് ആക്കിയിട്ട് തന്നെ ബന്നിനെ എടുക്കും വരുമ്പോ. കാരണം ലൈറ്റ് കാരണം അറിയും കണക്ക്. അതുകൊണ്ട് ഭാഷ കുറച്ച് ലൈറ്റ് ആക്കിയിട്ട് തന്നെ ബന്നിനെ എന്തെങ്കിലും പേടിയാണ്. കാരണം എന്താ പറഞ്ഞാൽ 6 നാട്ടിലേക്ക് പോയെങ്കിൽ 100 ഭാഷ. ഞാൻ കണ്ണൂർ ഭാഗത്തേക്ക് പോയതിന് പോയി അങ്ങ് അഞ്ചരകണ്ടി എന്തോടെ പേര് അയ്യപ്പങ്കാവ് എന്തോ ഒരു കാവ് അങ്ങ് പോയിട്ട് വയലെല്ലാം കഴിഞ്ഞിട്ട് റിട്ടേൺ വരാൻ നമ്മൾ ഇങ്ങനെ വരുമ്പോഴത്തെ ഫെസിലിറ്റി ഒന്നുമില്ല. കാറ് പിടിച്ചിട്ട് പോയതുമല്ല, അതിൻ്റെ ഇടയ്ക്ക് വേറെല്ലാം പോകാനും ഉണ്ടായിന്. അതുകൊണ്ടെല്ലാം ഒന്നിലെ ഒപ്പിച്ചിട്ട് വയലിനിടക്ക് പോയി പിറ്റേന്ന് തന്നെ വരാൻ തീർമാനിച്ചിട്ട് പോയേ. അങ്ങനെ പോയിട്ട് ആടെത്തി ചുരുക്കട്ട് ഞാൻ വയലെല്ലാം കഴിഞ്ഞിട്ടെല്ലാം ആയി. പിന്നെ അടുത്ത ഉസ്താദ് എന്നോട് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾക്ക് നല്ലൊരു സൗകര്യമാക്കി അടുത്തൊരു പുരയിൽ. ഞാൻ പറഞ്ഞു പുരക്ക് ബിൽക്കുൾ ഇല്ല, ഉറങ്ങാനാ കിടക്കാനാ തിന്നാൻ അതിൽ കഴിഞ്ഞേനില്ല. ഇനി പറക്കില്ല പള്ളി. നിങ്ങൾ റൂമിലുണ്ടെങ്കിൽ റൂമിൽ അല്ലെങ്കിൽ പള്ളിനുള്ളിൽ മതി. ബസ് കലാസ് കത്തം. പുരക്കില്ല, പുര വേണ്ട. അല്ല പറയില്ല, ആളുണ്ടെങ്കിൽ നാളെ വരും. എനക്ക് വേണ്ടാലേ, എനക്ക് പുര വേണ്ട, പള്ളിയിൽ ഉറങ്ങാല്ലേ. പള്ളി എന്തിപ്പനി പള്ളിനെക്കാട്ടും നല്ല വരയത് ദുനിയാവില്. നീയത്തും വെച്ചിട്ട് ഉറങ്ങിയ സ്വഭയോളം ഇബാദത്തും ആയില്ലേ? പണ്ണക്ക് കിട്ടുന്നതല്ലേ? അല്ലെങ്കിൽ ഇബാദത്തൊക്കെ നേരെയില്ല, ഇത് പണ്ണ കോസി കിട്ടുന്നതല്ലേ? അങ്ങനത്തെ ഫെസിലിറ്റി ഒന്നും വേണ്ട. ഞാൻ വല്ല വിനയത്തോടെ പറയുന്നൊന്നും അല്ല ഇത്. അങ്ങനെ വിചാരിച്ചോണ്ട ഈമാന് കൂടിയിട്ട് അങ്ങനെ ചെല്ലിയതും അല്ല. വേണ്ട, മതി, ഇത് മതി. അങ്ങനെ അയാൾ പറഞ്ഞ ഓക്കെ ഉസ്താദ്. അയാൾ നോക്കുക, അയാളെ ഭാഷ കണ്ടെങ്കിൽ ആ മുക്കറിന്റെ കടിച്ചങ്ങ് കൊട്ടാത്ത സാഹിത്യം. ചുരുക്കട്ട് ഉസ്താദ് ഇയാള് കൊല്ലും വിരിച്ചിട്ട് തലയണയും വെച്ചിട്ട് റൂമിൽ കിടക്കയും കാട്ടിയിട്ട് എൻ്റെ ചെല്ലിയെന്ന് പറഞ്ഞ ആ റൂമിൽ അയാളെ റൂമിൽ 2 കിടക്കുണ്ട്. കട്ടില് ഒന്നവിടെ ഒന്ന് ഈ സൈഡ്. അതിൽ 2 കൊല്ലും പിരിച്ച് 2 തലയാണും വെച്ച്. എന്നിട്ട് എന്നോട് ഉസ്താദ് ഇങ്ങോട്ട് നിങ്ങൾ ഈ മരത്തുമ്മേ തൂങ്ങി, ഞാൻ ആ മരത്തുമ്മേ തൂങ്ങാന്ന്. ഇത് കേൾക്കുമ്പോ എന്റെ ഹാർട്ട് താതക്കും കിഡ്നി വീത്തൊക്കെ പോയി. അല്ല കാത്താചാർ എന്തറിഞ്ഞ ഭാഷ അറിഞ്ഞനെ കൊണ്ട് സലാമത്തായി. അല്ലെങ്കിൽ പിറ്റേന്ന് ആംബുലൻസിലേ വരണ്ടി. ഇയാൾ ചെല്ലെന്തറിഞ്ഞ നിങ്ങൾ ഈ കട്ടില് ഉറങ്ങി, ഞാൻ ആ കട്ടില് ഉറങ്ങാ, 2 ആൾക്കും ഒരേ കട്ടില് ഉറങ്ങാൻ ജാഗയില്ലാന്ന്. പക്ഷെ അയാളെ ഭാഷ ഈ മരത്തുമ്മേ തൂങ്ങി, ആ മരത്തുമ്മേ ഞാൻ തൂങ്ങാ, നിങ്ങ മുറ്റും പോയിനാ അല്ല കാക്കട്ടെ. എന്താട്ടി ഭാഷ കുറച്ച് ജാഗ്രത ആക്കണം. ഭാഷ ജാഗ്രത ആക്കിയെല്ലാം ആപത്താണ്. അല്ലാഹു തആല ഞങ്ങൾക്ക് നല്ല ബോധം തരട്ടെ, ഞങ്ങളെ ഇൽമല്ല നാഫിയാക്കട്ടെ. മുസ്തഫ റസൂലുള്ളാഹി പറഞ്ഞു, ആ സഹാബിയോട് നല്ലൊരു സദ്യ കൊടുക്കണോ, നല്ല പെണ്ണ് നോക്കിയിട്ട് കെട്ടിയിട്ട് നല്ലൊരു സദ്യ നീ കൊടുക്കണോ. കുറച്ച് ചെലവുണ്ട്, അങ്ങനെ സിമ്പിളാക്കണ്ട, ഓസിക്കൊന്ന് വിചാരിക്കണ്ട. മുസ്തഫ റസൂലുള്ളാഹി പറഞ്ഞു, ചെലവ് കുറഞ്ഞ കല്യാണം അത് ബർക്കത്തുള്ളതാണ്. ഇനി ആ ബർക്കത്തില്ലാതെ തുടങ്ങുമ്പോഴുള്ള കല്യാണാണെങ്കിലാ എന്തല്ലോ അനാചാരങ്ങള് വേണ്ടാത്തരങ്ങള് അതിലൂടെ തുടങ്ങപ്പെട്ട വിവാഹമാണ്. പെണ്ണു നോക്കലും എല്ലാം അങ്ങനെ ഹറാമിയത്തിലൂടെയാണെങ്കിൽ, നിന്റെ തുടക്കം ഹറാമിയത്തിലൂടെയാണെങ്കിൽ, നിന്റെ പെണ്ണ് സെലക്ട് ആക്കല് ഹറാമിയത്തിലൂടെയാണെങ്കിൽ, നിന്റെ ബിരുന്നും സൽക്കാരും ഹറാമിയത്തിലൂടെയാണെങ്കിൽ, കല്യാണമാമാകം ഹറാമിയത്തിലൂടെയാണെങ്കിൽ, മംഗലമെന്ന നിക്കാഹ് എന്ന ഹലാലായ കാര്യം നടക്കുന്നതിന് മുന്നേ നീ മൊബൈലും കൊടുത്തിട്ട് ബീച്ചിലും ഊട്ടിയിലും മൈസൂർ പാലസിലും ചുറ്റിക്കറങ്ങിയിട്ട് ഹറാമിന്റെ പണിയെടുത്തവനാണെങ്കിൽ, നിന്റെ ദാമ്പത്യത്തില് ഇനിയുള്ള ജീവിതത്തില് റിയൽ ലൈഫില് യഥാർത്ഥ ജീവിതത്തില് ബർക്കത്തില്ല, സമാധാനമുണ്ടാവില്ല. നീ തുടങ്ങിയ ഹറാമിയത്തിന്റെ പരിണിതി ഫലം ഇനിയുള്ള ജീവിതത്തിൽ കാണുമെന്ന് മഹാന്മാർ കിതാബിൽ ഉദ്ധരിക്കുന്നു. ഡിസംബർ 38 നിക്കാഹ് സവ്വതുക അൻകതുക ഖബിൽതു മിൻക നിക്കാഹഹ വതസ്വീജഹ. എപ്പോ ഡിസംബർ 18, 28 18 ഞാൻ ചെല്ലി നിങ്ങൾക്ക് തിന്നിട്ട് 18. പക്ഷെ ഇത് വന്നരാണ്ട് മുന്നേ പെണ്ണ് നോക്കിയിട്ട് മൊബൈലും കൊടുത്തന് എല്ലാം ആക്കീനോ. ഡിസംബറിന്റെ മിന്നത്തെ മാസം ഏത്? നവംബറിൽ എൻഗേജ്മെന്റ് ഇല്ല. പിന്നെ 6 മാസം എന്ത് മെന്റ്? ഈ മൊബൈൽ കൊടുത്തതോ 3 വട്ടം ദുബൈന്ന് വന്നിട്ടാകുമ്പോ ഊട്ടിക്കും ബീച്ചിക്കും വിളിച്ചോണ്ട് പോയതോ അവിടെ പോയിട്ട് മുണ്ടിയോതോ ഇതല്ലേ എന്ത് മെന്റ്? നവംബറിൽ എൻഗേജ്മെന്റിലോ 1.5 പിന്നെ പെണ്ണ് നോക്കീന്, മൊബൈൽ കൊടുത്തിന്, മുണ്ടിക്കൊണ്ടേ ഉണ്ട്. മുണ്ടെന്ന് മാത്രല്ല അതിന്റെ ഇടയിൽ എന്തല്ലോ ആയിന്. എന്ത് നെന്റല് കേട്ടണ്ട അവന്റെ എന്നെ കേട്ടെങ്കിലായി.
അവന് പോവാത്ത ജാഗ ബാക്കിയില്ല. ബാക്കിയുണ്ടെങ്കിൽ ധർമ്മനഗർ പള്ളി, സോറി ധർമ്മനഗർ മക്കാമ് മാത്രം, ബാക്കി എല്ലായിടത്തും പോയത്തിനോ. എന്നിട്ട് ചെല്ലുന്നറിഞ്ഞ എൻഗേജ്മെന്റ് ഒന്നും ആയിട്ടില്ല, നവംബറിൽ എൻഗേജ്മെന്റ്, ഡിസംബറിൽ നിക്കാഹ്. ഇതെന്ത് ബാല്യക്കാർ ജാഗ്രത. അത് കുട്ടിക്കളിയല്ല, തമാശക്കളിയല്ല. വിവാഹം എന്നത് റിയൽ ലൈഫാണ്. അത് സീരിയലില് കാണും പോലെയല്ല, ഫിലിമില് കാണും പോലെയല്ല. ഫിലിമിൽ എന്ത് ലൈഫ്? ജയറാമും പാർവതിയും എവിടെ? ദിലീപും കാവ്യയും എവിടെ? അവരെ ഫിലിമിൽ എത്ര നല്ല കൊണ്ടാട്ടി, ഫിലിമിൽ എത്ര നല്ല ചന്തത്തിന്റെ ഭാര്യ അല്ലേ? സത്യത്തിൽ അവർ ഭാര്യ ഭർത്താക്കന്മാരല്ല, അവർ പിരിഞ്ഞു പോയിട്ടുണ്ട്. റിയൽ ലൈഫിൽ അവർക്ക് എന്തെന്നറിയില്ല. അതല്ല ജീവിതം, ഫിലിമല്ല ജീവിതം, ഫിലിമല്ല സ്നേഹ, ഫിലിമല്ല ദാമ്പത്യ. അള്ളാന്റെ ദീന് പറയുന്നവിടെ നിൽക്കണം. ഹറാമിയത്തിൽ തുടങ്ങിയതാണെങ്കിൽ നിന്റെ ഇനിയുള്ള ജീവിതത്തിൽ അതിന്റെ എഫക്ട് ദുനിയാവിലേ കാണും. അതാണ് ഫസ്റ്റ് കണ്ണേ കറല മുത്തേ സത്തേന്ന് വിളിച്ചോ ബയ്യെ ഒന്നും വിളിക്കുന്നുമില്ല, വിളിച്ചങ്ങ് കൂറ്റാട്ടൊന്നുമില്ല. സംഗതി നിക്കാലം കഴിഞ്ഞിട്ട് ഇനിയല്ലേ കണ്ണേ കറല മുത്തേ സത്തേന്ന് വിളിക്കേണ്ടിയേ. ഇപ്പൊ ആ വാക്കേ ഓന്റെ വായിലില്ല. ഇപ്പൊ നീ ഏടുണ്ട്, നിന്നെ ഏടെ താത്തീനെ ഏടെ പൂത്തിനെ. ഇങ്ങനെ നന്നായി ചിരിക്കുമ്പോൾ എനിക്ക് ഡൗട്ടാണ്, നിങ്ങൾ ഇങ്ങനെ ആക്കിനെ അല്ലേ? ഇനിയല്ല ആ വാക്ക് പറയേണ്ടത് അല്ലേ? ഇത് എനക്ക് ബാധകമാണ്, നിങ്ങളുടെ വിഷയമല്ല. ഇത് നിങ്ങൾക്കുള്ള വേലല്ല, ഇത് എനക്കുള്ള വേല. നിങ്ങൾക്ക് പിന്നെ നെക്സ്റ്റ്. അല്ലാഹു എനിക്കും നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ബേജാറാണ്ട, വിഷമിക്കണ്ട. 4 കൂട്ടരെ സഹായിക്കാൻ അല്ലാഹ് ഏറ്റെടുത്ത കാര്യം 3 കൂട്ടരെ ഒരിക്കലും അല്ല പട്ടിണിയാക്കല. 3 കൂട്ടരെ ഒരിക്കലും അല്ല ബാങ്ക് ബാലൻസ് കാലിയാക്കാൻ വിടല. 3 കൂട്ടരെ ഒരിക്കലും അല്ല കടമാക്കിയിട്ട് കുത്തുവാള എടുപ്പിക്കില്ല. 3 കൂട്ടർക്ക് ലോൺ എടുത്തിട്ട് നശിക്കേണ്ട ഗതികേട് അല്ല വരുത്തില്ല. ആരറിയാമോ ആ 3 കൂട്ടര്? സലാസത്തുൻ ഹഖ്ഖുൻ അലല്ലാഹി യൗനും. 3 കൂട്ടരെ സഹായിക്കല് അല്ലാഹ്ക്ക് നിർബന്ധമാണ്, അല്ലാഹ് ഏറ്റെടുത്ത കാര്യമാണ്. അതിലൊന്ന് അൽ മുകാതബുല്ലദി യുരീദുൽ ലദാ. ഒന്ന് മോചനപത്രം എഴുതപ്പെട്ട അടിമ, അത് വിട്, അത് ഇപ്പില്ല, അതിനെ പറ്റി കൂടുതൽ പറയേണ്ടതില്ല. രണ്ടാമത് വന്നാകിഹുല്ലദി യുരീദുൽ അഫാഫ. അല്ലാഹ്ക്ക് വേണ്ടിയിട്ട് വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ട, ഹലാലായ നിലക്കുള്ള നിക്കാഹിൽ ഏർപ്പെട്ട, ഹറാമിയത്തിനെ പേടിച്ചിട്ട് അല്ലാഹ്ക്ക് വേണ്ടി മാത്രം ആ സൽക്കർമ്മത്തിൽ ഏർപ്പെട്ട ഭർത്താവിന് അല്ലാഹ് കൈവിടല. അവനെ കടായിട്ട് നാറേണ്ട ഗതികേട് അല്ലാഹ് വരുത്തല. വന്നാകിഹുല്ലദീ യുരീദുൽ അഫാഫ. പൈസാട്ട് ചെല്ലി കാക്കണ്ട, അവളെ പൈസ ഉണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് നോക്കുകയും വേണ്ട. അല്ലാഹ്ക്ക് വേണ്ടിയിട്ട് ഹറാമിയത്തിലേക്ക് പോയി പോകുമോ എന്ന് പേടിച്ചിട്ട് നല്ല നിലക്ക് നീ മംഗളത്തിൽ ഏർപ്പെട്ടു, നിക്കാഹിൽ ഏർപ്പെട്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് യുഗ്നിഹുമുല്ലാഹ്, അല്ലാഹ് നിനക്ക് സമ്പത്ത് തരാം. 3-മത്തെ കൂട്ടര് വൽ മുജാഹിദു ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ വഴിയിൽ യുദ്ധത്തിൽ ഏർപ്പെട്ട മുജാഹിദ്. മുജാഹിദ് എന്ന് പറയുമ്പോ ഉറൂസ് വേണ്ട, മൗലിദ് വേണ്ട, റാത്തിബ് വേണ്ട, തറാബീഹില്ല, ഹജ്ജില്ല, ഉംറയില്ല എന്ന് പറയുന്ന നാറിപ്പുളിച്ച മുജാഹിദിന്റെ കഥയല്ല. തൗഹീദിന്റെ വിഷയത്തിലെ 8 പൊട്ടിയിട്ടുള്ള ആ 18 ഗ്രൂപ്പായിട്ട് വിരിഞ്ഞ ഇന്നത്തെ വർത്തമാനകാല നൂതനവാദികളെ പറ്റിയല്ല. വൽ മുജാഹിദു ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ വഴിയിൽ യുദ്ധത്തിൽ ഏർപ്പെട്ട യോദ്ധാവ് അവനല്ല കൈവിടില്ല. അല്ലാഹനെ പേടിച്ചിട്ട് മംഗലത്തിലേർപ്പെട്ട പുതിയ ആപ്പിള അയാളെയും വല്ല പട്ടിണിയാക്കില്ല.
നിർത്തുകയാണ്. ഇനിയുള്ളതും കൂടി പറയാൻ പോയാൽ സമയം മതിയാവില്ല. അത് എവിടെയും എത്താൻ കഴിയുകയുമില്ല, എത്തിക്കാൻ പറ്റുകയുമില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഞങ്ങളെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ദാമ്പത്യ ജീവിതം എന്നുള്ള സമ്പ്രദായം ഉണ്ടാക്കിയത്. ഇണകളെ തുണകളെ അല്ല പഠിച്ചത്. ഞങ്ങൾ രണ്ടാളും സന്തോഷം കൊള്ളാനാണ്. സ്വർഗത്തില് ദുനിയാവില് എല്ലായിടത്തും റാഹത്തിൽ ജീവിക്കാനാണ്. അവിടെ റാഹത്തിലുള്ള ജീവിതമാകാൻ, റാഹത്തുള്ള ജീവിതത്തില് ഇണയും തുണയുമാകാൻ നല്ല വധുവായിരിക്കണോ, നല്ലവരനായിരിക്കണോ, ദീനുള്ളവനാകണോ, ദീനുള്ളവളാകണോ. വെളുപ്പ് കണ്ടിട്ട്, വൈറ്റ് കണ്ടിട്ട്, തെറിക്കുന്ന കളറ് കണ്ടിട്ട് നീ കെട്ടാൻ പോണ്ട. കാരണം കളറിന് ഗ്യാരണ്ടിയില്ല.